ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ആളെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും ഒരു ദിവസം മരണപ്പെടും. അപ്പം എന്നാണ് വിചാരിച്ചോളൂ, ഇന്ന് മരണപ്പെട്ടാൽ ഈ ഭൂമിയുടെ ഘടനക്കോ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കോ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അവർ മരിച്ചാലും സൂര്യൻ കിഴക്കുദിക്കും, അവർ മരിച്ചാലും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും. അല്ലേ, ഈ കരിപ്പൂർ എയർപോർട്ടിലെ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലെ ഈ ലോകത്തിലെ ഒരു എയർപോർട്ടിലെ വിമാനങ്ങൾ പോലും എന്ത് ചെയ്യൂല, മുടങ്ങൂല. ഷെഡ്യൂൾ ചെയ്ത ഒരു ഫ്ലൈറ്റ് പോലും എന്ത് ചെയ്യൂല, ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്യപ്പെടൂല. അത്രയും നിസ്സാരനാണ് മനുഷ്യൻ. ആർക്ക് മാത്രമേ നഷ്ടമുള്ളൂ? നമ്മൾ പറയും സഹോദരങ്ങളെ, ആർക്കേ നഷ്ടമുള്ളൂ? മരിച്ചു പോണ ആൾക്ക് മാത്രമേ സത്യത്തിൽ നഷ്ടമുള്ളൂ. നമ്മൾ പറയും നമ്മളെ വാപ്പ മരിച്ചാൽ, അല്ലേ, ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും? പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യുക, എൻ്റെ ഭാര്യ എന്ത് ചെയ്യും? അതൊക്കെ ഒരു തോന്നലാണ് സഹോദരങ്ങളെ, തോന്നലാണ്. ഒരു പക്ഷേ നമ്മളുള്ളതിനേക്കാൾ നന്നായി അവർ ജീവിച്ചെന്നിരിക്കും. അല്ലേ, ഒരു പെരയ്ക്ക് ഒരു കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോവാണ്. അല്ലേ, ഇപ്പം എല്ലാവരും റമദാനിനൊക്കെ കിറ്റ് കൊടുത്തിട്ടുണ്ടാവും. കഴിവുള്ളവരൊക്കെ ഒരു വീട്ടിലേക്ക് ഒരു കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോകുമ്പം ആ വീട് എത്തീമക്കളെ വീടാണ്, അവിടുത്തെ വാപ്പ മരിച്ചിട്ടുണ്ട്, അവിടെ കുറേ എത്തീം കുട്ടികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എല്ലാ സംഘടനക്കാരും ആ വീട്ടിലേക്ക് കിറ്റ് കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു വീട്ടിലൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മ ഇങ്ങനെ നമ്മളെന്താ പറയുക, ആ ചേച്ചടിമ ഇരുന്നിട്ട് നമ്മൾ കൊലായ്മ ഇരുന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. എന്ത്, എത്തീമക്കളെ വീട്ടിലേക്ക് ആൾക്കാർ ഇങ്ങനെ കിറ്റ്, ഓരോ സംഘടനക്കാരും ഇങ്ങനെ കിറ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പം ഉമ്മ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കിറ്റൊന്നും ഇല്ലേന്ന്, ഞങ്ങൾക്ക് കിറ്റില്ലേന്ന്. അപ്പോൾ ആ ഉമ്മാൻ ആരും കണക്ക് കൂട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ ഉമ്മാൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ ഒരു മനുഷ്യണ്ട്, അയാൾ മരിച്ചാന്നല്ല, അയാൾ ഇനി മരിക്കണതാ നല്ലത്. അയാൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു പണിക്ക് അയാൾ പോകില്ല. ആലോചിച്ചോക്കി, ഒരു പണിക്ക് പോകില്ല. ഇവിടെ ഇങ്ങനെ ബീഡിയൽച്ചി കൊലായ്മ കുത്തിരക്കും. ഈ മനുഷ്യൻ ഇവിടെ കുത്തിരക്കുന്നതുകൊണ്ട് ഒരു കിറ്റ് ആരും ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഒരു കിറ്റും ഒരാളും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഇയാളൊന്ന് മരിച്ചെങ്കിൽ കുറച്ച് കിറ്റെങ്കിലും ഇവിടെ കിട്ടീനു. അതുകൊണ്ട് നമുക്കൊരു തോന്നലാണ് സഹോദരങ്ങളെ, നമ്മളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ. നമ്മളുണ്ടായാൽ, നമ്മളെവിടെ നിന്ന് പോയാൽ നമ്മളെ കുട്ടികളെ കാര്യമൊക്കെ കുറച്ച് മോശമാവും, അല്ലെങ്കിൽ ഓരോ ഞാരാ നോക്കുക, എൻ്റെ പെണ്ണുങ്ങൾക്ക് വിഷമാവും. അതൊക്കെ തോന്നലാണ്. ഒന്നോ രണ്ടോ മാസമോ ഒരാഴ്ചയ്ക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഒരാൾ മരിച്ചതിൻ്റെ പേരിലൊന്നും ഇവിടെ ആരും കാലാകാലം ഒരാളും തന്നെ ദുഃഖിച്ചിട്ടില്ല. നമ്മളെ ഖബർ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡ്രസ്സോ ഒക്കെ ആ കാണുമ്പോൾ ചിലപ്പോൾ 1-2 സെക്കൻഡോ അല്ലെങ്കിൽ ചെറിയ കണ്ണുന്നൊക്കെ ഒരു വെള്ളം വരുന്നല്ലാതെ സഹോദരങ്ങൾ അതിനപ്പുറത്തൊന്നും ഒന്നും ഇവിടെ സംഭവിക്കൂല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതോ നമുക്ക് മാത്രമാണ് നഷ്ടം. അത് നമ്മൾ ആലോചിക്കണം. മരിച്ച സഹോദരങ്ങളെ നമുക്ക് മാത്രമാണ് നഷ്ടം. ഞാൻ ഈ തുടങ്ങിയത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്. അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമാണ് ഈ റമദാന്. നമുക്ക് നമ്മൾ ഈ റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ, നോമ്പ് നോൽക്കാൻ അള്ളാഹു നമ്മളെ ഈ റമദാനിന് സാക്ഷിയാക്കി എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ് എന്ന തിരിച്ചറിവ് ആർക്കാണോ സഹോദരങ്ങളെ ഉണ്ടായിട്ടുള്ളത് അവരാണ് വിജയിച്ചവർ. ആ മനസ്സിനെ ആർക്കാണോ ഈ റമദാനിൽ ഉടനീളം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് അത് വല്ലാത്ത ഒരു അറിവാണ്. നിങ്ങൾ ആലോചിച്ച് അള്ളാഹിൻ്റെ റസൂല് മിമ്പർമൻ കയറി നിൽക്കുകയാണ്. സഹാബത്ത് മുഴുവനും നബിൻ്റെ വായിൽ നിന്ന് വരുന്നത് കേൾക്കാൻ വേണ്ടി സാഗൂതം ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സംസാരിക്കുന്ന നബി സൈലൻ്റ് ആകുകയാണ്, ഒന്നും കേൾക്കണില്ല. നബി സംസാരം നിർത്തിയേക്കാണ്, ഒന്നും കേൾക്കണില്ല. ആകെ പുറത്തേക്ക് വന്നത് എന്താ, നിങ്ങൾ 3 ആമീൻ മാത്രമാണ്. ആമീൻ. അങ്ങനെ 3 വട്ടം നബി ആമീൻ പറഞ്ഞു. എന്തിനാണ് ആമീൻ പറഞ്ഞത് എന്ന് സഹാബത്തിന് മനസ്സിലായിട്ടില്ല. മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ നിങ്ങൾ 3 വട്ടം ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, നിങ്ങൾ ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തൊരു മനുഷ്യൻ, അല്ലേ, ഒരു റമദാനിൽ നമുക്ക് ഹാജരാകാൻ പറ്റി, നോമ്പ് നോക്കാൻ പറ്റി, പക്ഷേ ആ റമദാൻ കഴിഞ്ഞു പോയിട്ടും നമ്മൾ അക്കൗണ്ടിലെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പം മിമ്പറന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞു. ഒരു ശാപ പ്രാർത്ഥനക്ക്, ഒരു ശപിക്കട്ടെ, എൻ്റെ ഉമ്മത്തിലെ ചില ആളുകളെ ശപിക്കട്ടെ എന്ന് ആരാ പ്രാർത്ഥിക്കണത്? മലക്കുൽ മുക്കറമായ ജിബ്രീലാണ് പ്രാർത്ഥിക്കണത്. എവിടുന്നാണ് ആമീൻ പറയുന്നത്? മിമ്പറമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയണത്. അത് വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവേ ശാപ പ്രാർത്ഥനക്ക് ആമീൻ പറയാത്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ ശപിക്കാത്ത ആളാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നബിനോട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കണം, നബിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായത് ഖദീജ മരിച്ചെന്നാണോ ചോദിക്കുന്നുണ്ട്. അത് പെണ്ണുങ്ങളൊരു ശൈലിയാണ്. കാരണം ഖദീജനോടാണ് ഏറ്റവും സ്നേഹം
സ്നേഹമെന്ന് ആയിഷ ബീവിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചാൽ മതിയല്ലോ, ഖദീജ മരിച്ചെന്നാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ച ചോദ്യത്തിന് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട് സഹോദരങ്ങൾ. എന്താ പറയുക? ഖദീജ മരിച്ചെന്നല്ല എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞു, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹുവിനെ പറ്റി അറിയാത്ത ആളുകളോടല്ല അള്ളാഹിനെ പറ്റി പറഞ്ഞെടുക്കണ്. അള്ളാഹ് ആരാണെന്നും അള്ളയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ്, മരിപ്പിക്കുന്നത് അള്ളാഹുവാണ്, രോഗം സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണ്, മഴ പെയ്യിക്കുന്നത് അള്ളാഹുവാണ് എന്നറിയുന്നൊരു കൗമിനോടാണ് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ലാത്തനെയും മനാത്തനെയും വിളിക്കരുത് കേട്ടോ എന്ന് സഹോദരങ്ങളോട്, അല്ലേ, കുടുംബക്കാരോട്, നാട്ടുകാരോട് പറയാണ്. അത് പറഞ്ഞപ്പോൾ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിച്ച ആളുകൾ എന്തിന് അൽ അമീൻ എന്നാണ് നബിനെ ഒരു വിളിച്ചിരുന്നത്. അൽ അമീൻ, ആ അൽ അമീൻ വിശ്വസ്തൻ എന്ന് നബിനെ വിളിച്ച് നബിനെ സ്നേഹിച്ചിരുന്ന ആ ജനത നബിയെ വെറുക്കാണ്. നിങ്ങളാലോചിക്ക്, നബിയെ വെറുക്കാണ്, നബിയെ കല്ലെറിയാണ്, നബിയെ ഉപദ്രവിക്കാണ്, നബിയെ ബഹിഷ്കരിക്കാണ്, എല്ലാ തരത്തിലും നബിയെ പ്രയാസപ്പെടുത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു അഭയം എവിടുന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോവുകയാണ്. തായിഫിലേക്ക് പോയിട്ട് നബിൻ്റെ കുടുംബക്കാരുണ്ട് അവിടെ, ഓരോ വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയെന്നാണ്. തായിഫിലെ ഓരോ വീട്ടിലും ഞാൻ അഭയം ചോദിച്ചു, പക്ഷെ അവരൊന്നും എനിക്ക് അഭയം നൽകിയില്ല. അങ്ങനെ തായിഫിന്റെ തെരുവിൽ വെച്ച് അവിടുത്തെ കുട്ടികൾ, തെരുവിലെ കുട്ടികൾ നബിയെ കല്ലെറിഞ്ഞു, നബിക്ക് മുറിവേറ്റു, രക്തം വാർന്ന് നബി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതാണ് നബിക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സങ്കടം. ആ സമയത്ത് അവിടെ ജിബ്രീൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ മല മറിച്ചിടാൻ, ഈ സമൂഹത്തിന്റെ മുകളിൽ ഈ മല കമിഴ്ത്തിയിടാൻ അള്ളാഹു താങ്കൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്, നിങ്ങൾ സമ്മതിച്ചാൽ അത് ഇവിടെ നടക്കുന്നതാണ്. അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? വേണ്ടാന്നാണ്. വേണ്ട, ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഒരാളെങ്കിലും തൗഹീദ് ഉൾക്കൊണ്ടാൽ അതാണ് ഖൈർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അത്രയും കാരുണ്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുക എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് റമദാനിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി, ആ ഒരു സമീപനത്തോടു കൂടി നമുക്ക് റമദാനിനെ വരവേൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്താണ് സഹോദരങ്ങളെ റമദാൻ? നേരത്തെ പറഞ്ഞല്ലോ, ജീവിതം എന്നതൊരു യാത്രയാണ്. ശരിക്കും ആ യാത്ര എന്താണ്? എല്ലാവരും പറയും യാത്രയാണെന്ന്, പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമായ, വളരെ കൃത്യമായ ഒരു യാത്രയാണ്. എന്താണത്? അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. കാരണം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എന്താണ്? അതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടയ്ക്ക് കറണ്ട് പോകും. അപ്പോൾ ചിലപ്പം ഇൻവെർട്ടറൊക്കെ വർക്ക് ചെയ്യും, ചില സമയത്ത് ഇൻവെർട്ടറൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ആകെ ഇരുട്ടായി പോകും. അപ്പോൾ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ഒരു വിശ്വാസി ചെല്ലേണ്ടത്. പക്ഷേ ഞാൻ ചെല്ലുമ്പം ചിലപ്പോൾ കൂടുതലുള്ള സിസ്റ്റർ അല്ലെങ്കിൽ വേറെയുള്ള OT-യിലെ സ്റ്റാഫൊക്കെ ചോദിക്കും, എന്താ ആരപ്പം അവിടെ മരിച്ചു ചോദിക്കും. ആരപ്പം അവിടെ മരിച്ചത്? അവരെ മരിച്ചുമ്പോൾ ചെല്ലാനുള്ളതല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് ഉണ്ടാകുമ്പം, ഒരു ഇടങ്ങേറുണ്ടാകുമ്പം, മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പം, ശരീരത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പം, ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ഇന്ന് രാവിലെ ChatGPT-നോട് വെറുതെ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് ChatGPT-നോട് ചോദിച്ചപ്പം ChatGPT ഒരു 5-6 പോയിന്റ് ഇങ്ങനെ ഇട്ടുന്നു. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. 2, ജീവിതം പരീക്ഷണമാണ്. എല്ലാത്തിനും ആയത്തുണ്ട്. ആദ്യത്തിന് സൂറത്തു ദാരിയാത്തിലായത്ത്, രണ്ടാമത്തിന് സൂറത്തു മുൽക്കിലായത്ത്, ഓരോന്നിനും ആയത്ത് കിട്ടുന്നു. അവസാനം ChatGPT-ന്റെ അവസാനത്തെ പോയിന്റ് എന്താ പറയുക? റിട്ടേൺ ടു അള്ളാഹ് എന്നാണ്. അള്ളാഹുവിലേക്കുള്ള മടക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. അങ്ങനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് ഒരു പേടിയും പേടിച്ചണ്ട. എല്ലാം പടച്ചോൻ കാണുന്നുണ്ട്, എല്ലാം പടച്ചോൻ അറിയുന്നുണ്ട്, ഒക്കെ പടച്ചോൻ തന്ന തന്നെയാണ്. അതുകൊണ്ട് എന്തുണ്ടാവും? ഇതിനൊക്കെ പടച്ചോൻ ഒരു റിട്ടേൺ തരും. ഇതിനൊക്കെ ഇരട്ടിക്കിരട്ടിയായി പടച്ചോൻ തരുമെന്ന് വീണ്ടും നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെല്ലുന്നത്. ഏറ്റവും വലിയ പ്രയാസം എന്താ? മരിച്ചു പോകുക എന്നുള്ളതാണല്ലോ ആൾക്കാരെ സംബന്ധിച്ചിട്ടും. അപ്പോഴും ഇന്നാ ലില്ലാഹി അങ്ങോട്ടാണ് പോണത്, പടച്ചോൻ്റെ അടുത്തേക്കാണ് പോണത്. എങ്ങനെ നമ്മൾ ചുട്ട് കരിച്ചാലും സഹോദരങ്ങളെ, എങ്ങനെ ഫ്ലൈറ്റിൽ നമ്മൾ ആക്സിഡൻ്റായി ഒരു പീസ് പോലും നമുക്ക് മറവ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതേപോലെ ഹാജരാക്കപ്പെടുന്ന ഒരു തിരിച്ചു പോക്കുണ്ട്, ഒരു തിരിച്ചു വരവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതൊരു യാത്രയാണ്. ജീവിതമാകുന്ന യാത്രയിലെ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് റമദാൻ എന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ഒരു ടെസ്റ്റാണ്.
അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് നന്നാക്കാനുള്ള അള്ളാഹുവിൻ്റെ വലിയൊരു അവസരം. ആലോചിച്ച് നോക്കി, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും തുറന്നു കിടക്കുക, നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചു കിടക്കുക, പിശാചുക്കളെ ബന്ധിച്ചേക്കുക. എന്നിട്ട് വിളിച്ചു പറയാണ്, യാ ബാഇയൽ ഖൈർ, അല്ലയോ നന്മയുടെ ആളുകളെ മുന്നോട്ട് വരൂ, അല്ലയോ തിന്മയുടെ ആളുകളെ അവിടെ നിന്നോളി എന്ന് മലക്കുകൾ പ്രഖ്യാപിക്കുക. അള്ളാഹു വിളിച്ചു പറയാം. ഇങ്ങനെ സകല സംവിധാനങ്ങളും നന്മക്ക് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം. ഇബ്നു ഹിബ്ബാന്റെ ഒരു ഹദീസ് കാണാം. എന്നാൽ ഒരാൾ നബിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ പെടക്കാൻ ആലോചിച്ചു, നമ്മളിപ്പോൾ ഈ റമദാന് ചിലപ്പോൾ നമുക്ക് തിരക്കിൽ പെട്ടുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓതാനും കൂടി പറ്റാത്ത തിരക്കിലൊക്കെ ചില ദിവസങ്ങൾ നമ്മൾ കുടുങ്ങലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ റബ്ബേ റമദാൻ ഇങ്ങനെ നോമ്പ് നോറ്റ് ഇതൊക്കെ ഇപ്പം ഇനിയിപ്പോൾ എന്താവും, ഈ റമദാനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകുമോ? അങ്ങനെയൊക്കെ സഹോദരങ്ങളെ ജോലി തിരക്കുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റാത്ത തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇബ്നു ഹിബ്ബാന്റെ ഒരു ഹദീസ് കാണാം. ഒരാൾ വന്നിട്ട് നബിനോട് ചോദിക്കണം, അല്ലയോ പ്രവാചകരെ, എന്താണ്, ഞാൻ അള്ളാഹിനെ മാത്രം ആരാധിക്കുള്ളൂ, ഞാൻ 5 നേരം നിസ്കരിക്കും, ഞാൻ റമദാൻ മുഴുവൻ നോമ്പെടുക്കും, അത്രയാണ് പറഞ്ഞുള്ളൂ, സക്കാത്ത് കൊടുക്കും, ഞാൻ രാത്രി നിസ്കരിക്കും. അപ്പം എന്താ പറഞ്ഞോ, അയാൾ എന്നെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, നിങ്ങൾ ഈ സിദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും പെട്ട ആളാണെന്നാണ്. സിദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും പെട്ട ആളാണ്. ആരാണ് സഹോദരങ്ങളെ സിദ്ദീഖ്? ആരാണ് സിദ്ദീഖീങ്ങൾ? അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയ ആളുകൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് അസ്സിദ്ദീഖ് എന്ന് പറഞ്ഞത്. അതായത് ശുഹദാക്കൾ ആ ദറജയിലാണ് സത്യത്തിൽ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ മനസ്സിലാക്കി. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിശുദ്ധ ഖുർആനിൽ റമദാനുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ ഒരൊറ്റ സ്ഥലത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഒരു മൂന്നായത്ത് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു 4-ാമത്തെ ആയത്തായിട്ട് പറയണത് ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലേ? ഖുർആനെ പറ്റി തദബ്ബുർ നടത്തണം എന്ന് പല സ്ഥലത്തും നമ്മൾ കേട്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാണ്? പിന്നെ വീണ്ടും 4-ാമത്തെ കഴിഞ്ഞൊരു ആയത്തും കൂടി ഉണ്ട് റമദാനുമായി ബന്ധപ്പെട്ട്. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന എന്ന് പറഞ്ഞിട്ടുള്ള നോമ്പിന്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹുക്കുമ് പറയുന്ന ഒരു ആയത്തും കൂടി ഉണ്ട്. ഇത്ര ആയത്തെ ആകെ ഖുർആനിൽ റമദാനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, ഈ 4 ആയത്തുകൾ. അതിൽ 3 ആയത്ത് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരു ആയത്ത് പറയുന്നുണ്ട്, ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസ് എന്നിട്ട് നോമ്പിന്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പറയുന്നത്. സത്യത്തിൽ എന്തിനാണ് എന്താ അപ്പം അവിടെ പടച്ചോൻ അള്ളാഹുവിനെ, എൻ്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം, എന്ത്, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞത് 84 സ്ഥലത്താണ്. 84 സ്ഥലത്താണ് വിശുദ്ധ ഖുർആനിൽ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതെപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, ഒന്നുകിൽ അതൊരു കൽപ്പനയാവും, ചെയ്യേണ്ട കാര്യവും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. ഈ 2 കാര്യത്തെ പറ്റിയാണ് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് പറയാം. 84 സ്ഥലത്താണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞ ഏത് സൂറത്തിലാണ്? ഇവിടെയൊക്കെ ഖുർആൻ പഠിച്ച ആൾക്കാരാണ് കുറേ കാലമായിട്ട്. ഏറ്റവും കൂടുതൽ യാ അയ്യുഹല്ലദീന ആമനുള്ള സൂറത്ത് ഏതാ? സൂറത്തു നിസായിൽ അതിനേക്കാളുണ്ട്. ഒന്നുകൂടി നോക്കിയാൽ വലിയ സൂറത്തൊക്കെ നമ്മൾ ഓർക്കുക. മറ്റേ ഗുജറാത്തിൽ ചെറിയ സൂറത്തിൽ തോനെ പറഞ്ഞാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സൂറത്തു നിസായിലാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട്. ഈ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കി, ഇവിടെ എന്താണ് നബിയെ അവർ ചോദിക്കുന്നു, എന്താണ്, മാസത്തെ പറ്റി, അല്ലേ? അവർ ഹൈലിനെ പറ്റി ചോദിക്കുന്നു. അവർ ഓരോ കാര്യത്തെ അവർ നിന്നോട് നീ അവർക്ക് പറഞ്ഞു കൊടുക്ക്, എപ്പോഴും അവർ നിന്നോട് ചോദിക്കുന്നു. അവർ നിന്നോട് ചോദിച്ചാൽ നീ കുൽ എന്ന് പറഞ്ഞിട്ടാണ് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്ന് നബിനെ ഇടക്ക് നിർത്തിയിട്ടാണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. അതായത് അടിമകളുടെ സഹാബത്തിന്റെ സംശയത്തിന്, അള്ളാഹുവിൻ്റെ അടിമകളുടെ സംശയത്തിന് അങ്ങനെ ഖുർആൻ പറഞ്ഞ ആയത്തുകൾ മുഴുവൻ അവർ നിന്നോട് ചോദിക്കുന്നു, നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് നബിനോടാ പറഞ്ഞത്. നോക്കി, ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം അങ്ങനെ നബിനെ പോലും അള്ളാഹു ഇടയിൽ വെച്ചിട്ടില്ല. ഫഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമ നിന്നോട് ചോദിച്ചാൽ, എൻ്റെ അടിമ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് നീ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. അത് പടച്ചോനാണ് പറഞ്ഞേക്കാണ്, ഞാൻ അവരുടെ ഏറ്റവും അടുത്തവനാണെന്ന്.
ഏറ്റവും നിങ്ങൾക്ക് അള്ളാനെ നമ്മളോട് ഇങ്ങോട്ട് ഇതിനേക്കാൾ നിങ്ങൾ ചോക്കി ഒരു വിഷമിക്കുന്ന ഒരാളോട് ഞാൻ എൻ്റെ ഒപ്പണ്ടടാ ഈ പേടിക്കണ്ട, വേറെ എന്തൊക്കെ പഠിച്ചു, ഞാൻ കാണുന്നുണ്ട്, ഞാൻ എല്ലാം അറിയുന്നുണ്ട് എന്നല്ല പറഞ്ഞത്, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത്, ഞാൻ ഇടപെടുന്നുണ്ട് എന്നല്ല പറഞ്ഞത് അല്ലേ. പക്ഷെ ഞാൻ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അപ്പുറത്തുള്ളൊരു വാക്കാണ് അല്ലേ. ഞാൻ എൻ്റെ ഒപ്പമുണ്ട്. നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ പ്രയാസം നിൽക്കുമ്പോൾ ഒരാൾ നമ്മളെ തലയിൽ തട്ടിയിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഒപ്പമുണ്ട് റജി ബേജാറാകണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നതാണ്? പൈസ കൊണ്ടും തടി കൊണ്ടും മുതലുകൊണ്ടും വാക്കുകൊണ്ടും നമ്മളെ കൂടെ ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ അല്ലേ ഇവിടെ പടച്ചോൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത്. ഫ ഇന്നി ഉത്തരം നൽകുന്നുണ്ട് പോലെയല്ല പറഞ്ഞത്. ഫ ഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനാണ്, നിങ്ങളോട് തൻ്റെ അടിമയോട് ചേർന്ന് നിൽക്കുന്നവനാണ് അള്ളാഹു എന്ന ഒരു മെസ്സേജാണ് സത്യത്തിൽ ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഇതന്നെയാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ശിർക്കിൻ്റെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ വ്യതിചലിച്ച് പോയ വിഷയം ഇവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഇടയാളന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇപ്പോൾ ബദരീങ്ങളെ വിളിക്കുന്നത്? എന്തിനാണ് അമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നത്? എന്തിനാണ് പുത്തമ്പള്ളിയിലെ തങ്ങളെ വിളിക്കുന്നത് ചോദിച്ചാൽ എന്താ പറയാ? നമ്മളൊക്കെ അടിമകളല്ലേ, നമ്മളൊക്കെ പാപികളല്ലേ, നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ പറയണതാണോ അങ്ങനെ ചോദിക്കുക? ഞാൻ പറഞ്ഞതാണോ പടച്ചോൻ കേൾക്കുക, അല്ല ബദരീങ്ങൾ പറയണതാണോ പടച്ചോൻ കേൾക്കുക? അങ്ങനെ ഒരു ചോദിക്കുക. ബദരീങ്ങൾ പറഞ്ഞാലാണോ പടച്ചോൻ കേൾക്കുക, ഞാൻ പറഞ്ഞാലാണോ പടച്ചോൻ കേൾക്കുക? അപ്പോൾ ബദരീങ്ങൾ പറഞ്ഞാലല്ലേ കൂടുതൽ ചാൻസ് ഉള്ളത്, കാരണം ഒരു ബദർ പങ്കെടുത്തോലല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഓരോട് പറയണല്ലേ നല്ലത് അല്ലേ, നമ്മൾ ഓരോട് പറയണതല്ലേ നല്ലത് എന്ന് ന്യായം പറയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ആ ഉലായി ശുഫആഉന ഇൻദല്ലാഹ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണ് ഈ ആരാധ്യ വസ്തുക്കളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നതാണ് അവരുടെ വാദം അല്ലേ. അതുകൊണ്ട് ഈ തൗഹീദ് അത്രയും കളിത് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് തന്നെയാണ് ഈ റമദാനിലെ ഈ അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയായ ഈ റമദാൻ. അതുകൊണ്ട് സഹോദരൻ, ഇത് നമ്മളെ ആത്മാവിനെ ബാധിച്ച, നമ്മളെ മനസ്സിനെ ബാധിച്ച കുറേ രോഗങ്ങളുണ്ട് അല്ലേ. അതിൽ നിന്നൊക്കെ നമ്മൾ ഈ റമദാനിൽ വൃത്തിയാകണം. നമ്മളെ ശരീരത്തെ ബാധിച്ച പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മളെ മനസ്സിനെ ബാധിച്ച അസൂയ, കുശുമ്പ്, അതേപോലെ തന്നെ ദേഷ്യം, അതേപോലെ നമ്മളെന്താ ആരോടെങ്കിലും തെറ്റി നിൽക്കുക, അങ്ങനെ നമ്മളെ പിശുക്ക്, ഇത്തരത്തിലുള്ള കുറേ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ റമദാനിൽ എന്ത് ചെയ്യണം? നമ്മളെ മനസ്സിനെ കഴുകി ശുദ്ധിയാക്കണം. എന്നിട്ടോ നമ്മൾ അള്ളാഹുവിലേക്കാണ് പോണത്. അള്ളാഹു ആരാണ്? അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവാണ്. അള്ളാഹു ഏറ്റവും വലിയ ഔദാര്യവാനാണ്. ചോദിക്കുന്നത് മുഴുവനും ചോദിക്കുന്നതിനേക്കാൾ അങ്ങനെ ചോദിക്കി ഒരു നന്മ ചെയ്താൽ ഒന്നല്ല, മിനിമം 10 അത് 70ഉം 700ഉം 70,000 ചിലപ്പോൾ കണക്കില്ലാതെയും പ്രതിഫലം നൽകുന്ന ഏറ്റവും ധർമ്മിഷ്ഠനായ ഔദാര്യവാനായ ഒരു അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അല്ലേ. ഈ ദുനിയാവിൻ്റെ കെട്ടിക്കുടുക്കുകളിൽ നിന്ന് അല്ലേ, ഈ ദുനിയാവിൻ്റെ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലേ. ആരാധനകളിൽ മുഴുകിക്കൊണ്ട് ആ അള്ളാഹുവിൻ്റെ സംസാരം അല്ലേ, വിശുദ്ധ ഖുർആൻ അത് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് പഠിക്കാൻ, അത് പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു യാത്രയാണ് സത്യത്തിൽ ഈ റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് ആ 30 ദിവസം നമ്മൾ എത്രത്തോളം അതിനോട് താല്പര്യം കാണിച്ച് നമ്മൾ അതിൽ മുഴുകുന്നോ സഹോദരങ്ങളെ, അത്രയും മെച്ചമാണ് നമുക്ക് റമദാനിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും ഈ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുമ്പം ഈ നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ്? സത്യത്തിൽ ഈ തെക്കുവ ഉണ്ടാകാൻ തന്നെയാണ് അല്ലേ. ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ തെക്കുവ എന്താണ് അല്ലേ? എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ആ അള്ളാഹുവിനെ വഴിപ്പെടുക എന്നുള്ളതാണ്, ആ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്, ആ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രവർത്തികളും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഖുർആൻ ഓതാൻ, സ്വതക്ക കൊടുക്കാൻ, രാത്രി നമസ്കരിക്കാൻ, നമ്മളെ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് അല്ലേ, നമുക്ക് നമ്മളെ നെഗറ്റീവൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യക്കാരനാണ്, മുൻകോപിയാണ്, പെട്ടെന്ന് എടുത്തു ചാടുന്ന ആളാണ്, അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ലക്ഷ്യം വെച്ചാൽ പലപ്പോഴും റമദാനിൽ എന്ത് ചെയ്യും? നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കും. സാധാരണ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഒരാൾ നമുക്ക് പെട്ടെന്ന് ചൂടാണ് ആളാണെങ്കിൽ, റമദാനാണെങ്കിൽ എന്ത് ചെയ്യും? ചൂടാകുമ്പം എന്ത് ചെയ്യും? നോമ്പാനിട്ടോ എന്ന് പറയും. എന്തിനാണ്? നോമ്പായ ചൂടാകാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ സ്വഭാവത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഈ റമദാന് നമുക്ക് അനുകൂലമാകണമെങ്കിൽ സത്യത്തിൽ ഈ റമദാന് കൊണ്ട് നമ്മൾ എന്ത് നേടണം എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം അല്ലേ. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടാണ് പോവുക അല്ലേ. ഇപ്പോൾ ഒരു ഡോക്ടറെ കാണണം എന്ന് വിചാരിക്കുമ്പോൾ പോലും എന്താണ്? എപ്പോൾ കാണണം അല്ലേ, എന്ന് കാണണം, ഏത് ഡോക്ടറെ കാണണം, അങ്ങനെ എല്ലാം കൃത്യമായ പ്ലാനിങ് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞാണെന്ത്, ഒരു ടൂറ് പോകല്ലേ അല്ലേ, നമുക്ക് ഈ വെക്കേഷനിൽ ഹിമാലയത്തേക്ക് ഒരു ടൂർ പോയാലോന്നാണ് ചോദിക്കുന്നത്. എന്തോ സിക്കിമോ അവിടെ കഴിഞ്ഞ് ഹിമാലയത്തേക്കുള്ള ടൂറുണ്ട്. ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കി നടന്നിട്ട് എന്താ കാര്യം? ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കണം. ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചാണ്, ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ളതല്ലേ, ഇങ്ങനെ ഫുള്ള് വയലും പറഞ്ഞ ഓപ്പറേഷൻ നടന്നിട്ട് ജീവിതം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ വെക്കേഷനിലൊന്ന് ഹിമാലയത്തിൽ പോകുക എന്നോട് പറഞ്ഞു.
അപ്പം ഞാൻ അങ്ങനെ പോണൊക്കെ നമുക്ക് ഇഷ്ടം തന്നെയാണ്, പക്ഷേ ഇത് നോമ്പ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പം എന്നോട് എപ്പം തന്നെ പറയണം, എപ്പം തന്നെ പറയണം. അവൻ എപ്പം തന്നെ പറയണം വെച്ചു. ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്താലാണ് ചാർജ് കുറയുള്ളൂ, ഫ്ലൈറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം, എന്നാലേ പൈസ കുറഞ്ഞു കിട്ടുള്ളൂ. ഈ പോകണമെന്ന് പറയുമ്പോൾ ടിക്കറ്റ് എടുത്താൽ ചാർജൊക്കെ ഇരട്ടി കൊടുക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ദുനിയാവിലെ ചെറിയൊരു സന്തോഷം അല്ലേ. ഇപ്പോൾ ടൂർ പോയാൽ എന്താ കിട്ടുക? ആ പോകുമ്പോൾ നല്ലൊരു സന്തോഷമാണ്, അവിടെ എത്തിയൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം എത്ര ഉണ്ടാവുള്ളൂ നിങ്ങൾ? ആ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ സന്തോഷം കഴിയും. നല്ലൊരു പള്ളിയിലെടുത്ത് അവിടെ നിന്ന് ഉണ്ടായാൽ ആ സന്തോഷം കഴിയും. കാരണം അന്യ നാട്ടിൽ പോയിട്ട് പള്ളിയിലെടുത്തുണ്ടായാലേ ഇടങ്ങാറാവും. ഏത് ആസ്പത്രിക്കാണ് പോവുക? അപ്പൻഡിക്സ് പൊട്ടിയോ, പിന്നെ അപ്പൻഡിക്സ് പൊട്ടി മരിച്ചോലൊക്കെ നമുക്ക് ഓർമ്മ വരും, നമ്മളപ്പം പഠിച്ചോലും. അപ്പോൾ അതൊക്കെ സന്തോഷം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരാൾ വിളിച്ചിട്ട് കുട്ടിക്ക് സുഖമില്ല എന്ന് പറയാണ് അല്ലേ, വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ നമ്മളത്ര ദൂരത്തല്ലേ, ഹിമാലയത്തിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരാൻ കഴിയൊന്നുമില്ല. അപ്പോൾ ആ സന്തോഷത്തിനൊക്കെ എന്തുണ്ട് നിങ്ങൾ? കുറേ ഷർത്തുകളുണ്ട് അല്ലേ. ജീവിതത്തിൻ്റെ സന്തോഷത്തെ ലക്ഷ്യമായി കാണുന്ന ആളുകളുണ്ട്. നമ്മളെന്താ പറയുക, മനസ്സിലാക്കേണ്ടത്, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയുക, ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ കാണാൻ വേണ്ടി റീച്ച് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വീഡിയോ എന്താ വെച്ച് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ എന്ന് കൊടുത്താൽ മതി. എല്ലാവരും കാണും, എല്ലാവരും കയറി കൊത്തി വെക്കും, ഒന്ന് എന്താ പേര് പറയണത്, എന്താ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്, എല്ലാവർക്കും വേണ്ടത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും. പക്ഷെ എന്താ നിങ്ങൾ അതൊരു ലക്ഷ്യമായിട്ട് കാണാൻ പാടില്ല. നമുക്ക് പറ്റിയ തെറ്റതാണ്. നമ്മൾ ജീവിതത്തിലെ സന്തോഷത്തിനെ നമ്മളൊരു ലക്ഷ്യമായി കണ്ടു. സത്യത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം സന്തോഷം അന്ന് ഖുർആൻ എവിടെയും പഠിപ്പിച്ചില്ല. നിങ്ങൾ ഖുർആനിൽ എത്ര സ്ഥലത്ത് ആയത്തുണ്ട് അല്ലേ, അബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളി എന്ന് പഠിച്ചോൻ പറഞ്ഞത് അല്ലേ. ജീവിതം കൊണ്ട് എപ്പോഴാണ് സന്തോഷിക്കുക? ഈ ജീവിതം അള്ളാഹുവിന് വഴി. നമ്മൾ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ലെങ്കിൽ, ഇപ്പം ഈ റമദാന് നമ്മൾ എന്ത് നേടും അല്ലേ? ഞാനൊരു 3 വട്ടം ഖുർആൻ ഓതും, ഏതെങ്കിലും 2 സൂറത്ത് ഞാൻ ഈ ഖുർആനോടുകൂടി. ഇപ്പോൾ കുറച്ചൊക്കെ ഒഴിവും സമയമുള്ള ആൾക്കാരാണെങ്കിൽ സൂറത്തുൽ കഹ്ഫ് എല്ലാവരും വെള്ളിയാഴ്ച ഓതുന്നതാണ്. നമുക്കിങ്ങനെ തുടങ്ങിയാലും ഇങ്ങനെ കിട്ടും അല്ലേ. ഒരായത്ത് ഇങ്ങോട്ട് തുടങ്ങി തന്നാൽ പിന്നെ നമ്മൾ ഓതും. നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഏത് ആയത്താണ് നമുക്ക് പെട്ടെന്ന് കിട്ടൂല. ഒന്ന് തുടങ്ങി തന്നാൽ മതി അല്ലേ. ഒന്ന് തുടങ്ങിയാൽ പിന്നെ നമ്മൾ അങ്ങനെ ഓതിക്കോളും. അങ്ങനെ പഠിച്ച സൂറത്താണ് യാസീൻ, കഹ്ഫൊക്കെ. അത് ഇപ്രാവശ്യം ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യുക? അതാണ് മുഴുവനായിട്ട് പഠിച്ച അല്ലേ. അത് പഠിച്ചാൽ വലിയ പണിയില്ലേ. നമുക്ക് ആകെ പഠിച്ചേണ്ടത് എന്തുള്ളൂ? ഒരു ആയത്തിന് ശേഷം അടുത്ത ആയത്ത് ഏതാന്ന് മാത്രം. പിന്നെ അവസാനിക്കുന്നിടത്ത് ഖബീർ അങ്ങനെ 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ആ മാറുന്ന സ്ഥലത്ത് മാത്രം നോക്കി വെച്ചാൽ തന്നെ നമുക്ക് സൂറത്തുൽ കഹ്ഫ് പഠിച്ചാൻ പറ്റും. അപ്പോൾ അതാണ് അത് ഈ റമദാനിൽ നമ്മൾ കൈവരിക്കും. നമ്മൾ റമദാനിന് ഒരു ലിസ്റ്റ് ഇട്ട് നമ്മൾ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ചാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ കഹ്ഫ് നമ്മൾ കാണാപാഠം പഠിച്ചു. ഇപ്രാവശ്യം യാസീൻ നമ്മൾ ഓതാൻ അറിയെങ്കിലും അത് നമുക്ക് തുടങ്ങി അവസാനിക്കുന്ന വരെ കിട്ടൂല. നമുക്ക് ഓരോ ആയത്തും തള്ളിത്തരേണ്ടി വരും. ആ തള്ളിത്തരാതെ നമുക്ക് കഹ്ഫും യാസീനൊക്കെ ഏതെങ്കിലും ഒരു സൂറത്ത് ഈ റമദാനിൽ ഞാൻ പഠിച്ചു. അല്ലെങ്കിൽ സൂറത്ത് വാക്യ, ഇവിടെ വാക്യ ഓതുന്നത് കേട്ടു, വാക്യ 90 ചില്ലാൻ ആയത്തുള്ളൂ. ഒരു ദിവസം 3 കുഞ്ഞായത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ റമദാൻ കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യുക? സൂറത്തുൽ വാക്യ മുഴുവൻ പഠിച്ചാൽ. അസ്മാഉ സിഫത്ത്, അള്ളാഹിൻ്റെ 99 പേരുണ്ട്. ഒരു ദിവസം 3 പേര് പഠിച്ചാൽ തന്നെ നമുക്ക്, ഒരു ദിവസം 3 പേര് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ റമദാനിൽ അള്ളാഹിൻ്റെ 99 പേര് നമുക്ക് ചുരുങ്ങിയത് പഠിച്ചാൻ പറ്റും. ഒരു 3 or 4 പേര് അള്ളാഹിൻ്റെ ഒരു ദിവസം പഠിച്ചു. പേര് മാത്രമല്ല, ആ പേരുകൊണ്ട് കാരണം അള്ളാഹിനെ അറിയാന്നുള്ളത് തന്നെയാണ് ഈ റമദാൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് തെക്കുവുണ്ടാകണോ? നിങ്ങൾ പടച്ചോൻ ആരാണെന്നാണ്. കാരണം പടച്ചോൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാഹിനെ പറ്റി നമ്മൾ എത്ര അറിയണോ അത്ര നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കും. നമ്മളെന്താ ഈ ചെറുപ്പത്തിൽ നമ്മളോട് ഈ പടച്ചോൻ തിജ്ജിലിടും, അത് കുരുത്തക്കേട് കാട്ടിയാൽ ശിക്ഷിക്കും. നമ്മൾ അങ്ങനെ പടച്ചോൻ എന്തോ ഒരു തിജ്ജിലിടാൻ വേണ്ടി ഇപ്പോഴും യുക്തിവാദികളൊക്കെ പറയാൻ എന്താണ്, നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് ആൾക്കാരെ നരകത്തേക്ക് ഉണ്ടാക്കി, കുറച്ച് ആൾക്കാരെ സ്വർഗത്തും ഉണ്ടാക്കി, അതിന് ചാവി എടുത്ത് വിട്ടേക്കാനാണ്. അങ്ങനെ നല്ല സഹോദരങ്ങളെ, അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അറിഞ്ഞാണ്ടല്ലോ, അള്ളാഹു എത്രത്തോളം തൻ്റെ അടിമയോട് സ്നേഹമുള്ളവനാണ് എന്നറിയും തോറും നമ്മൾ ആ പടച്ചോനെ സ്നേഹിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ അള്ളാഹു ഗഫൂറാണെന്ന് പറയാൻ വേണ്ടി ഒരു പണ്ഡിതൻ പറഞ്ഞ ഹദീസ് കേട്ടാണല്ലോ. എന്താണ്? ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെടുക അത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു മരുഭൂമിൻ്റെ അറ്റമില്ലാത്ത മരുഭൂമിൻ്റെ നടുവിൽ വെച്ച് നമ്മളെ ഒട്ടകം, വെള്ളം, യാത്രാ സാമഗ്രികളൊക്കെ ഉള്ള നമ്മളെ ഒട്ടകം ആ മരുഭൂമിയിൽ വെച്ചങ്ങോട്ട് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ, പഴയ കാലത്തൊക്കെ അറബികൾ എന്താ പറയുക വെച്ചാൽ മരുഭൂമിയിൽ വെച്ച് ഒട്ടകം നഷ്ടപ്പെട്ടാൽ, യാത്രാവാഹനം നഷ്ടപ്പെട്ടാൽ മരണം ഉറപ്പാണെന്നാണ്. അറബികളെ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ ഒരു ചെറിയ കുയ്യുത്തും, എന്നിട്ട് അതിനോട് കിടക്കും, നല്ലോ ചെല്ലി അങ്ങനെ കിടക്കുക. കുറച്ച് കഴിയുമ്പോൾ മരിച്ചോളും. കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല. മരിച്ചുമ്പോൾ മൃഗങ്ങളൊക്കെ കൊത്തി വലിക്കാതെക്കാൻ, കഴുകന്മാർ പക്ഷികളൊക്കെ വന്ന് കൊത്തി വലിച്ച് കൊണ്ടുപോകാതെക്കാൻ ഈ മണൽക്കാറ്റ് അടിച്ചിട്ട് ഇങ്ങനെ മണൽ വന്ന് നമ്മളാണ് മൂടിക്കോളും. അപ്പോൾ ഒരു കുയ്യുത്തി ഇങ്ങനെ കിടക്കലാണ് മരണം പ്രതീക്ഷിച്ച്. വേറെ രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല എന്നാണ്. അങ്ങനത്തെ ഒരവസ്ഥയാണ് മരുഭൂമിയിൽ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും നന്നായി അറിയുന്നവരാണ് അറബികൾ. ഓരോടാ പറഞ്ഞ് ഒരാൾ മരുഭൂമിയിൽ ഒറ്റപ്പെടുക, ചില ആളെ യാത്ര വാഹനം ഒട്ടകത്തെ കാണാനില്ലാണ്ടായി. അങ്ങനെ ഇയാൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ആ മരുഭൂമിയിൽ എന്തെങ്കിലും കുഴഞ്ഞങ്ങോട്ട് വീണ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കണീറ്റ് ഇങ്ങനെ അയാൾ നോക്കുമ്പം അയാളെ ഒട്ടകണ്ട് അയാളടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം. ആ ഒട്ടകം അയാളടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പം അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും.
എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എടുത്തിട്ട് ക്യാൻസറാണ്, സ്കാനിങ് എടുത്തിട്ടേ ക്യാൻസറാണ്, അതിൻ്റെ 4ാമത്തെ സ്റ്റേജിലാണ്, നിങ്ങൾ മരിക്കാൻ പോവാണ്, 6 മാസം കൊണ്ട് ഇനി മരിക്കും, അതിൽ കൂടുതലൊന്നും ജീവിക്കൂല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അതിൻ്റെ ബയോപ്സി റിപ്പോർട്ട് വരുമ്പം ഇത് ക്യാൻസറേ അല്ല, ഇത് മരുന്ന് കുടിച്ചാൽ മാറണ അസുഖമാണെന്ന് പറയുമ്പം എത്ര സന്തോഷം ഉണ്ടാവും. അതേമാതിരി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നാണല്ലോ. മരിച്ചോടത്ത് നമ്മൾ തിരിച്ചു നടക്കുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാൾ മുഴുവൻ സമ്പത്തും തരുന്നതാണ്. ഞാൻ അറിയുന്നൊരു ഡോക്ടറുണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഈ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ തന്നെ അയാൾ മുട്ടുമാറ്റിന് അതിൽ ഭയങ്കര അഗ്രഗണ്യനായ ചെന്നൈയിലൊരു ഡോക്ടറാണ്. അപ്പോൾ അയാൾക്കിപ്പോൾ ശ്വാസകോശത്തിന് അസുഖം വന്നിട്ട് അയാളെ ശ്വാസകോശവും ഹൃദയവും മാറ്റി വെച്ചിരുന്നു. ശ്വാസകോശവും ഹൃദയവും മാറ്റി വെച്ചിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര 30 കോടിയൊക്കെയാണ്. 30 കോടിയാണ് ഞാൻ മനസ്സിലാക്കണേ. അയാൾ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ട് അയാൾ ആ ചികിത്സ എടുത്തു എന്ന് പറയുമ്പം ആ ജീവൻ്റെ വിലയാണത്. ജീവൻ്റെ വില. നമ്മൾ അങ്ങനെയാണ്. നിങ്ങളിവിടെ എത്ര റിച്ചായ ആളാണെങ്കിലും അയാളെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ടും ജീവൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ ആൾക്കാരെ ചെയ്യും. അത്രയും വില ഉണ്ട് ഈ ജീവന്. അപ്പം ആ മനുഷ്യന് എത്ര സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആ മനുഷ്യനെ ഒട്ടകത്തെ കാണുമ്പോണ്ടാണ് ഒരു സന്തോഷമുണ്ട്. അതിനേക്കാൾ സന്തോഷമുണ്ട് ആർക്ക്? അള്ളാഹ്ക്കുണ്ട്. എപ്പോ ഒരടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമോ. ഖേദിച്ച് മടങ്ങാൻ എന്താ, വലിയൊരു കുരുത്തക്കേട് കാട്ടിയിട്ട് ആ കുരുത്തക്കേടാണെന്ന് തിരിച്ചറിവുണ്ടായിട്ട് സങ്കടം വന്നിട്ട് പടച്ചോനിലേക്ക് മടങ്ങുക, അതിനാണ് ഖേദിച്ച് മടങ്ങാറുണ്ട്. ഒരു വലിയ തെറ്റ് ചെയ്തിട്ട്, ഒരു ചെറ്റത്തരം ചെയ്തിട്ട് പിന്നെ തിരിച്ചറിഞ്ഞു, വാണ്ടില്ലേന്ന് തോന്നി, സങ്കടം വന്നു, പടച്ചോനോട് ഏറ്റു പറയാണ്. ആ ഒരു സമയത്ത് പടച്ചോന് അതിനേക്കാൾ സന്തോഷമുണ്ടെന്ന്, അതിനേക്കാൾ സന്തോഷമുണ്ട്. അത്രയും കാരുണ്യവാനായ, അല്ലെങ്കിൽ തൻ്റെ അടിമ ആകാശത്തിൻ്റെ ഉച്ചിയോളം സമുദ്രത്തിലെ നുരയോളം പതയോളം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്ന് പശ്ചാത്തപിച്ചാൽ അത് മുഴുവൻ പുറത്തു തരുന്നവനാണ് എൻ്റെ റബ്ബെന്ന് ഇബ്ലീസ് ശപഥം ചെയ്യുന്നുണ്ട്. ഇബ്ലീസ് പറയുന്നുണ്ട് പടച്ചോനോട്, എൻ്റെ അടിമയെ എന്ത് ചെയ്യും, ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകും, അവനെ കൊണ്ട് ഞാൻ തെറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടേയിരിക്കുന്നതാണ്. മരിക്കോളം നമ്മളെ പിന്നാലെ ഇബ്ലീസ് ഉണ്ടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടേയിരിക്കുന്നതാണ്. അതിന് പടച്ചോൻ കൊടുത്ത മറുപടി എന്താ? നിങ്ങൾ കുദ്സിയായ ഹദീസിൽ ഇബ്ലീസ് പടച്ചോനെ വെല്ലുവിളിക്കുകയാണ്. എന്ത്? ഞാൻ എൻ്റെ അടിമയെ തെറ്റിക്കുന്നു, അവൻ്റെ മരണം വരെ അവനെ ചെയ്സ് ചെയ്തോ ഞാൻ തെറ്റിക്കുന്നു പറഞ്ഞപ്പം പടച്ചോൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എൻ്റെ അടിമണ്ടല്ലോ, ഓന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന കാലത്തോളം ഞാൻ അവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. പുറത്തു കൊടുത്തുകൊണ്ട് അത്ര തെറ്റ് ചെയ്താലും ഓൻ പശ്ചാത്തപിച്ചാൽ ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷെ ആ പശ്ചാത്താപം ആത്മാർത്ഥമാണെന്നുള്ളതാണ്. ഉള്ളിൽ നിന്ന് വരണം, ഖേദം വേണം, സങ്കടം വേണം. സങ്കടം അതന്നെയാണ് ഒരു തെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാണ് ഒരു എന്താ നദ്മത്ത് എന്ന് പറയും, ഖേദം എന്ന് പറയും. അതാണ് സത്യത്തിൽ എന്ത്, അതാണ് സത്യത്തിൽ ആ തൗബന്റെ കാതല് അല്ലേ. നമുക്കൊരു സങ്കടം വന്നു, പറ്റിപ്പോയി എന്ന് തോന്നുന്നു, അതന്നെയാണ് അതിൻ്റെ അസല്. പിന്നെന്ത് ചെയ്യണം, ആ പറ്റിപ്പോയി എന്നതിൽ നിന്ന് നമ്മളെ നിലപാട് നന്നാണം. പിന്നെ ജീവിതത്തിൽ വരാണ്ട നോക്കണം, നന്മ വർദ്ധിപ്പിക്കണം. അപ്പോഴേ ആ തൗബ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ എത്ര തെറ്റ് ചെയ്തിട്ടും ആ ഒരു നിലപാട് ഒരാൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അയാളെ പടച്ചോൻ പുറത്തു കൊടുക്കുന്നതാണ്. ഇപ്പം ഈ റമദാൻ തന്നെ എന്ന് വെച്ചു, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ, ഒരു ജുമ അടുത്ത ജുമ വരെ, ഒരു ഹജ്ജ് ജീവിതം മുഴുവനാണ് അല്ലേ. ഒരു ഹജ്ജ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയാൽ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് നന്നായി കഴിഞ്ഞതൊക്കെ പടച്ചോൻ പുറത്തുന്നു. അവിടുന്ന് അങ്ങോട്ട് നന്നായി ജീവിച്ചാലോ ആ ജീവിതം തന്നെ നമ്മൾ സാക്ഷാത്കരിച്ചു. ഇത്രയും ഓഫർ വേറെ ആർക്കാ കൊടുക്കാൻ പറ്റുക? ഇത്രയും ഓഫർ ഈ കാരുണ്യവാനായ ഗഫൂറായ റഹ്മാനായ റബ്ബിനല്ലാതെ ആർക്കാണ്? അങ്ങനെ അള്ളാന്റെ ഓരോ സിഫത്തും അവിടെ അസ്മാവ് സിഫത്ത് പഠിക്കുക എന്നുള്ള എന്താ പറയുക, വെറും അള്ളാന്റെ 99 പേരിങ്ങനെ ഉച്ചരിച്ച് സ്വർഗത്തിൽ പോവല്ല സഹോദരങ്ങളെ. ഓരോ പേര് പഠിക്കുമ്പോഴും നമ്മൾ അള്ളാഹിനെ പറ്റി കൂടുതൽ അറിയാണ്. അള്ളാഹുവിൻ്റെ ഗഫൂറാണെന്ന് പറയുമ്പം, അള്ളാഹു റഹീമാണെന്ന് അറിയുമ്പം, അള്ളാഹു റഹ്മാനാണെന്ന് പറയുമ്പം, അള്ളാഹു കബീറാണെന്ന് പറയുമ്പം അല്ലേ, അള്ളാഹു റഖീബാണെന്ന് പറയുമ്പോൾ അള്ളെല്ലാം നീ കാണുന്നുണ്ട്, എല്ലാം അവിടെ എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും എത്ര വലിയ പോക്കിരിയാണെങ്കിലും ഒരു CCTV കണ്ട പേടിയാണ്. എന്താണ്? ഒരു ട്രാഫിക്കിന്റെ ക്യാമറ കാണുമ്പം വണ്ടി സ്ലോ ആക്കാണ്. എന്തിനാണ് സഹോദരങ്ങളെ? ആ ക്യാമറ കാണുന്നുണ്ട് അല്ലേ, അധികാരികൾ അറിയും അല്ലേ, ഞാൻ ഈ ചെയ്യണ തെറ്റ് ഈ ക്യാമറ ഒപ്പിയെടുത്ത് അത് നാളെ കോടതിയിൽ എനിക്കെതിരെ തെളിവായിട്ട് വരും അല്ലേ, അത് നാളെ വാട്സപ്പിൽ പ്രചരിക്കും, ഞാൻ ഇത്രയും മോശക്കാരനാണെന്ന് പറയും. പേടിയാണ് മനുഷ്യന്, പേടിയാണ് സഹോദരങ്ങളെ. മനുഷ്യന്റെ ബ്രെയിന് അള്ളാഹു അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനുഷ്യന്റെ ബ്രെയിനിന്റെ പ്രത്യേക തരങ്ങൾ, എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ, അത് റിവാർഡ് എന്നാ പറയാ. റിവാർഡ് കിട്ടുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യാനുള്ള ഒരു ത്വര മനുഷ്യനുണ്ടാവും അല്ലേ. ഒരു ശിക്ഷയെ മനുഷ്യൻ പേടിക്കും അല്ലേ. നിങ്ങളൊരു ചുടലത്തേക്ക് എന്ത് ചെയ്യും, ഒരു പൂച്ചനെ കൊണ്ട് ഇട്ട് നോക്കി, പിന്നെ പച്ചവെള്ളം കണ്ടാൽ പോലും പൂച്ച അടുക്കൂല.
അടുക്കൂല. കാരണം എന്താണ്? അത് ആ പൂച്ചന്റെ തലച്ചോറിൽ കണ്ട് അത് ലേപനം ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യില്ല, ഇനി വെള്ളം കണ്ട അടുക്കൂല. അങ്ങനെയാണ് മനുഷ്യന്റെ ബ്രെയിന് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മനുഷ്യന് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, അതിന് മനുഷ്യൻ അകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെ പറ്റി പറയണത്, നരകത്തെ പറ്റി. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷമാണ്, അവിടെ സുഖമാണ്. അത് ആർക്കാ കിട്ടുക? നന്മ ചെയ്തവർക്കാണ് കിട്ടുക. അതുകൊണ്ട് നന്മയെ പ്രേരിപ്പിക്കുകയാണ്. തിന്മ ചെയ്താൽ, തെറ്റ് ചെയ്താൽ അവിടെ ശിക്ഷയാണ്, അവിടെ പ്രയാസമാണ്. അതാണ് നരകം എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ തലച്ചോറിന്റെ ഒരു തേട്ടാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ തലച്ചോറ് ഡിസൈൻ ചെയ്ത്. അതുകൊണ്ടാണ് CCTV കാണുമ്പോൾ പേടിച്ചത്. CCTV കാണുമ്പോൾ ആൾക്കാർ നന്നാണ്. എന്തുകൊണ്ടാണ്? നരകം വിചാരിച്ചിട്ടല്ലല്ലോ. ദുനിയാവിൽ മോശമാകും, ദുനിയാവിൽ അതിന് ശിക്ഷ കിട്ടുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നന്നാകണമെങ്കിൽ റഖീബായ അള്ളാഹു അല്ലേ, അവിടെ സോഫ്റ്റ്വെയർ കേടായാലോ അല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആയാലോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള CCTV വർക്ക് ചെയ്യില്ല അല്ലേ. അതിൻ്റെ മേലെ എന്തെങ്കിലും കൊണ്ടിട്ടാൽ CCTVക്ക് കാണാൻ സാധിക്കൂല. അങ്ങനെ കുറേ പരിമിതികളുള്ള CCTV ഉണ്ട്. എന്നാൽ പരിമിതികളില്ലാത്ത ക്യാമറകൾ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെ ഏടുകളായിട്ട് നല്ല എന്തെയും ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആയിട്ട് നാളെ പടച്ചോൻ്റെയും ഇതൊക്കെ നാളെ ഹാജരാക്കപ്പെടുന്ന ഒരു വിചാരണ വരാണ്ട് എന്ന തിരിച്ചറിവ്, എല്ലാം അള്ളാഹു കാണുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ്, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധം എന്ത് ചെയ്യും? അത് വർദ്ധിപ്പിക്കും അല്ലേ. അള്ളാഹു ഹയ്യുൽ ഖയ്യൂമാണെന്ന് പറയുമ്പം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന് പറയുമ്പം അതിലൊരു പ്രതീക്ഷ ഉണ്ട് അല്ലേ. അത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറയും. നിങ്ങളെ അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലേ. എൻ്റെ ഒരു പ്രയാസം, ഇപ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടായി, ഒരു അസുഖം വന്നു അല്ലേ, ഒരു വേദന വന്നു അല്ലെ, സാമ്പത്തികമായി ചെറിയൊരു ഞെരുക്കുണ്ടായി അല്ലേ, ആ ഞെരുക്കം മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. കാരണം ഏറ്റവും വിശാലമായ ആകാശഭൂമികളുടെയും അതിനപ്പുറത്തുമുള്ള ഖജനാവുകൾ ഉടമപ്പെടുത്തുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന ബോധം. പടച്ചോൻ ആർക്കും എന്ത് ചെയ്യാം, ആർക്കും വിശാലമായിട്ട് ഇനിയും റിസ്ക് നൽകാൻ കഴിവുള്ള അള്ളാഹ്ക്ക് എനിക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അങ്ങനെ അള്ളാഹിൻ്റെ ഓരോ പേരും നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്, നമുക്ക് നൽകുന്ന ഒരു അറിവ്. അതൊക്കെ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിനെ കൂടുതൽ ആരാധിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകുകയാണ് ചെയ്യുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് തരികയാണ് ചെയ്യാം. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒക്കെ പടച്ചോനെ ഏൽപ്പിക്കുക. നമ്മൾ എന്തിനാ വെറുതെ ടെൻഷനാണ്? കാരണം ഈ പ്രശ്നം തന്നത് പടച്ചോനാണ്, ഈ പ്രശ്നത്തെക്കുറിച്ച് ഏറ്റവും അറിയുന്നവനും പടച്ചോനാണ്, ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ കഴിവുള്ളവനും പടച്ചോനാണ്. പിന്നെ ഇത് എനിക്കുള്ളൊരു പരീക്ഷണമാണ്. അത് ഞാൻ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഞാൻ നന്നായി പ്രതികരിക്കുക എന്നുള്ളതാണ്, ഞാൻ നന്നായി നിലപാടെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു വിചാരം ഉണ്ടാകുക, അത് നമുക്ക് പലപ്പോഴും പറ്റാത്ത കാര്യമാണ് അല്ലേ. ഹുസ്നുൽ വന്നു ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ പറ്റി നല്ലൊരു വിചാരത്തിൽ ആയിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാൾ മരിച്ചു പോകരുത് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറയണേ അല്ലേ. ഒരാൾ മരിച്ചാൻ കിടക്കുക, ഒരു യുവാവ് അസുഖം വന്നിട്ട് മരിക്കാൻ കിടക്കുകയാണ്. സാധാരണ വയസ്സായ ഒരാൾ അസുഖം വന്ന് മരിക്കാൻ കിടക്കണ മാതിരിയല്ല ഒരു യുവാവ് അസുഖമായിട്ട് മരിക്കാൻ കിടക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ അള്ളാഹിൻ്റെ റസൂൽ ആ യുവാവിനോട് ചോദിക്കുകയാണ്, ഇപ്പം എന്താ എൻ്റെ തോന്നൽ, ഇപ്പം എന്താ എൻ്റെ മനസ്സിക്ക് തോന്നണമെന്ന് ചോദിച്ചപ്പം ആ യുവാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണ്? എനിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഉണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ട്. ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഞാൻ ഏറെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞെന്താരോ. ഇതാണ് ഒരു വിശ്വാസിയുടെ മനസ്സ്. ഒരു വിശ്വാസിയുടെ മനസ്സ് ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും നടുവിലായിരിക്കുന്നതാണ്. ഭയത്തിൻ്റെയും പറ്റങ്ങട്ട് ഭയമല്ലാതെ ഒക്കെ പടച്ചവൻ പുറത്തു തരും എന്ന അമിതമായ ആത്മവിശ്വാസം അതൊരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. എന്നാൽ എന്തുണ്ടാവില്ല, നിരാശനാവില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശനാകരുതെന്നാണ്. അങ്ങനെ ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. പടച്ചോന് എൻ്റെ പാപങ്ങളൊക്കെ ഇനി ചെയ്തതിനെ പറ്റി പേടിച്ചാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി ഒരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ പടച്ചോനെ പറ്റി ഏതൊരു വിശ്വാസത്തിലാണോ ആ ഒരു വിശ്വാസത്തിലായിരിക്കും പടച്ചോങ്ങളെ പറ്റുന്നതാണ്. അതുകൊണ്ട് പുറത്തു തരുമെന്ന പ്രതീക്ഷയോടെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ള ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സ്, ഇതിനൊക്കെയുള്ള അവസരമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ. ഈ റമളാൻ്റെ അവസരം എന്ന് പറഞ്ഞാൽ നിസ്കാരം അല്ലേ, 5 നേരത്തെ നിസ്കാരം നമ്മൾ കൃത്യമായിട്ട് ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി ആണുങ്ങൾ നമസ്കരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ശീലമാക്കാത്തവർ ഈ റമളാനോടുകൂടി അതൊരു ശീലമാക്കുക അല്ലേ. പലപ്പോഴും ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും, എന്നാലും ലുഹറിന് മുമ്പുള്ള സുന്നത്ത് ചിലപ്പം ആൾക്കാർക്ക് അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല അല്ലേ. ചിലപ്പോൾ നമ്മൾ എത്തുമ്പോൾ ലുഹർ ജമാഅത്ത് പലപ്പോഴും തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കണേ, പഴയ അവസ്ഥയിലല്ലേ. പണ്ടൊരു ചങ്ങായി പറഞ്ഞ് ഓന് 18-ാം വയസ്സിൽ ആരോഗ്യമാണ് ഇപ്പോഴൊന്ന്, 18-ാമത്തെ വയസ്സിൽ ആരോഗ്യമാണ് 56-ാമത്തെ വയസ്സിലൊന്ന്. അപ്പോൾ അതെങ്ങനെ 56-ാമത്തെ വയസ്സിലെങ്ങനെ 18-ാമത്തെ വയസ്സിൽ ആരോഗ്യം ഉണ്ടാണെന്ന് വെച്ചപ്പോൾ ഓൻ പറഞ്ഞെന്താ അറിയോ, അന്ന് എൻ്റെ അമ്മാമ എന്നോട് പറഞ്ഞ് ആ തിരുമ്പാങ്കല്ലൊന്ന് കുട്ടി അവിടുന്ന് ഒന്ന് മാറ്റി തരും. 18-ാമത്തെ വയസ്സിൽ ഓൻ പോയി തിരുമ്പാങ്കല്ലൊന്ന് പൊന്തിച്ചു നോക്കി, അനങ്ങിയില്ല കല്ല്. 56-ാമത്തെ വയസ്സിൽ ഓൻ അമ്മാമാനെ ഓർമ്മ വന്നിട്ട് ഒന്നുകൂടി ഒന്ന് പൊന്തിച്ചാൽ നോക്കി, അപ്പോഴും അനങ്ങിയില്ല. അപ്പോൾ ഓൻ പറയാണ് 18-ാമത്തെ വയസ്സിൽ അതേ ആരോഗ്യമാണ് ഇപ്പോഴും, അന്നും കല്ലനങ്ങിയിട്ടില്ല, ഇന്നും കല്ലനങ്ങിയിട്ടില്ല. അതേമാതിരിയാണ് നമ്മളവസ്ഥ. അന്നും കുല്ലല്ലാഹു, നമ്മൾ മദ്രസ പോയി തുടങ്ങിയ കുല്ലല്ലാഹു എന്നെ എപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും സുന്നത്ത് സ്കരിച്ചാൽ എന്താ ഓത കുല്ലല്ലാഹു അല്ലാഹു സമദിലം ജലീദ് വരെ. എന്നാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് കുല്ലല്ലാഹു ഓതിന്നു. ഒരാൾ എല്ലാ നിസ്കാരത്തിനും കുല്ലല്ലാഹു ഓതുക. കാരണം എന്താ വെച്ചാൽ മൂപ്പരോട് ചോദിച്ച അവസാനം
അപ്പൊ നബി ചോദിച്ച മുമ്പ് എന്താ പറഞ്ഞു? എനിക്ക് അത്ര ഇഷ്ടമാണ് അള്ളാഹിനെ പറ്റി. അള്ളാഹു ഏകനാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ 3-1 സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും. നമ്മൾ അങ്ങനല്ല ഓതുന്നത്. നിങ്ങൾ ആരെങ്കിലും ഖുൽ ഓതുന്നത് അതുകൊണ്ടാണോ? ആണോ? ആ അള്ളാഹിനെ പറ്റി പറഞ്ഞ ആ വാക്കുകൊണ്ടും അതിന്റെ ഗാംഭീര്യം കൊണ്ടും അള്ളാഹുവിന്റെ ഏകത്വം കൊണ്ടുമാണ് നമ്മൾ ഖുൽ ഓതുന്നത്. അല്ല, നമ്മൾ ടക്ക അടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖുൽ ഓതുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊന്നും ഖുൽ ഇപ്പോഴും ഖുൽ അത് പറ്റൂല. നമ്മൾ ഈ റമദാനിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മൾ റമദാനിൽ കുറച്ച് വലിയ സൂറത്തൊക്കെ സുന്നത്ത് നിസ്കാരത്തിൽ നമുക്കറിയണേ ഒരു അമ്മയൊക്കെ ഓതിക്കൂടെ അല്ലേ? ഒരു സബ്ബീസ്മന്റെ ഒരു സുന്നത്ത് നിസ്കാരത്തിൽ ഓതി എന്താ ആകാശം പൊളിഞ്ഞോട്ടു അല്ലേ? അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു റമദാൻ കഴിയുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും നന്നാണ്ടേ അല്ലേ? കഴിഞ്ഞ റമദാനേക്കാൾ നമ്മൾ മെച്ചപ്പെട്ടുകയെന്ന് പറയണമെങ്കിൽ നമ്മളെ ഓത്തിൽ അല്ലേ, നമ്മളെ ഖിറാഅത്തിൽ, നമ്മൾ ഖുർആൻ പാരായണത്തിൽ, അർത്ഥം പഠിക്കുന്നിടത്ത്, ആയത്ത് മനസ്സിലാക്കുന്നിടത്ത്, തദബ്ബുർ, നിങ്ങൾ ഓരോ പ്രാവശ്യം ഖുർആൻ ഓതുക. അത് ഖുർആന്റെ പ്രത്യേകത തന്നെ അതാണ്. നിങ്ങൾ എത്ര പ്രാവശ്യം ഓതിയാലും എത്ര പ്രാവശ്യം അതിനെപ്പറ്റി ചിന്തിച്ചാലും ഇതേവരെ കിട്ടാത്തൊരു അറിവ് നിങ്ങൾക്ക് കിട്ടും. വൈദാസാലൊക്കെ ഇന്ന് സത്യത്തിൽ ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ പോയിന്റ് കിട്ടിയത്. വിശുദ്ധ ഖുർആനിൽ തൻ്റെ അടിമകളോട് അള്ളാഹു പറഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞ പല കാര്യത്തിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കി നബിയേ എന്നാണ് എല്ലായിടത്തും പറഞ്ഞത്. അവർ ചോദിക്കുന്നു, ഹൈലിനെ കുറിച്ച് ചോദിക്കുന്നു, അവർ ഈ മാസങ്ങളെ ചന്ദ്രകലയെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലത്തുണ്ട് അവർ നിന്നോട് ചോദിക്കുന്നു, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ എന്നെ പറ്റി അവർ ചോദിക്കുന്നു. ഫഇദാ സഅലക ഇബാദി അന്നി, അവിടെ പടച്ചോൻ നബിയെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാൽ അവൾ നേരിട്ട് പറഞ്ഞേക്കാണ്. അവിടെ ഒരു ഇടയാളനെ പടച്ചോൻ വെച്ചില്ല. ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. നബിയെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞല്ല, പടച്ചോൻ നേരിട്ട മറുപടി കൊടുത്ത് ഞാൻ ഏറ്റവും അടുത്തവനാണ്. അത് ഇന്നാണ് ഞാൻ ജീവിതത്തിൽ ഇന്നാണ് മനസ്സിലാക്കിയത് ഇത്രയും കാലം. അപ്പോൾ ഓരോ ദിവസങ്ങൾ ഖുർആൻ ഓതുമ്പോഴും നിങ്ങൾക്ക് ഓരോ പുതിയ അറിവ് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഖുർആന്റെ വലിയ പ്രത്യേകതയാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കലാം ഇറങ്ങിയ മാസമാണ് റമദാൻ. ആ കലാം അവതരിച്ച മാസമാണ്. അതുകൊണ്ട് അത് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമ്മൾ ഈ റമദാനെ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതേപോലെ നമ്മൾ ഇബാദത്തുകളിൽ നമ്മൾ ഇഖ്ലാസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് ആത്മാർത്ഥതയോടുകൂടി അല്ലേ, ആ ഓതുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് അതിലേക്ക് ശ്രദ്ധിച്ച് നമ്മൾ സുജൂദ് ചെയ്യുമ്പോഴും റുക്കൂ ചെയ്യുമ്പോഴൊക്കെ നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ അല്ലേ, അതൊക്കെ നമ്മൾ അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും കാലം ഫാത്തിഹ പോലും മനസ്സിലാക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ എന്നുള്ള ഒരായത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കരുതെന്ന്. കാരണം അങ്ങനെ ഒരു അവസ്ഥ ആദ്യം ഉണ്ടായിരുന്നു. മദ്യം സമ്പൂർണ്ണമായി നിരോധിക്കുന്നതിൻ്റെ മുമ്പ് മദ്യം ഭാഗികമായി നിരോധിച്ചിരുന്നത്. ഏത് വെള്ളമടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുതെന്നാണ് ആദ്യം പറഞ്ഞത്. ആദ്യം മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണെന്ത്? വലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ, നിങ്ങൾ മത്തന്മാരായിക്കൊണ്ട് പള്ളിക്ക് വെള്ളടിച്ച് ഫിറ്റായി കണ്ട് എന്ത് ചെയ്ത് പള്ളിക്ക് നിസ്കരിക്കാൻ വരരുതെന്ന് ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ ആയത്ത് ഇപ്പോഴും ഖുർആനിലുണ്ട്, ഇപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം ഖുർആൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹ് പറഞ്ഞത്? നിങ്ങൾ ചെല്ലുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ്. നിങ്ങൾ ചെല്ലി പറയണത് എന്താണെന്ന് വെള്ളടിച്ച് കിക്കായ ഒരാൾ നിസ്കരിച്ചുമ്പോൾ അയാൾ എന്താ ചെല്ലി പറയണത് അയാൾക്ക് മനസ്സിലാണില്ല. അതുകൊണ്ടാണ് വെള്ളടിച്ച് നിസ്കരിച്ചാൽ വരുന്നത്. നിങ്ങൾ ആലോചിച്ച്, നമ്മളൊന്നും വെള്ളടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നിസ്കാരം വെള്ളടിച്ച ആൾക്കാർ നിസ്കാരമാരിയാണ്. എന്താ ചെല്ലി പറയണത് നമ്മൾ അറിയണില്ല, നമ്മൾ ശ്രദ്ധിക്കണില്ല. നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സലാം വിട്ടുമ്പോഴാണ് ചിലപ്പോൾ ഓർമ്മ വരും. അത്തയ്യാത്തിരിക്കുമ്പോഴാണ് പടച്ചോനെ പോയല്ലോ, നിസ്കാരം കഴിഞ്ഞല്ലോ, സഹോദരങ്ങളെ കഴിഞ്ഞിട്ടില്ല, അസറാണ് പോയതെങ്കിൽ ഇതാ മഗ്‌രിബ് വരുന്നുണ്ട്. നമ്മളെന്താ പറയുക, നമ്മളോട് തന്നെ മത്സരിക്കുക. എൻ്റെ സുബൈനേക്കാൾ മെച്ചം വേണം എൻ്റെ ലുഹർ, എൻ്റെ ലുഹറിനേക്കാൾ മെച്ചം വേണം എൻ്റെ അസർ. അങ്ങനെ ഓരോ നിസ്കാരം മെച്ചപ്പെടണം. അത് നമ്മൾ അങ്ങനെ മസിൽ പിടിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഓരോന്നും അതാണ് നമ്മൾ നിയ്യത്ത് ശരിയാക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് വളരെ സീരിയസ് ആണ്. എന്താണ്? കർമ്മങ്ങൾ ചെയ്യാനല്ല എനിക്ക് തോന സമയം വേണ്ടി വന്നത്, പിന്നെ എന്തിനാണ്? ചെയ്യണ കർമ്മങ്ങളുടെ നിയ്യത്ത് നന്നാക്കാനാണ്. അതുകൊണ്ട് ഓരോ ചെയ്യണത് അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് അത് പടച്ചോൻ സ്വീകരിക്കണം അല്ലേ? പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് നന്നാകണം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത മാതിരി ചെയ്താലേ എന്തെങ്കിലും പ്രതിഫലം കിട്ടുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലാണ് എന്ത് ചെയ്യുക, നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് സ്വീകരിക്കപ്പെടുക. ഇനി സ്വീകരിച്ചാൽ തന്നെ സഹോദരങ്ങളെ അതിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് നമ്മൾ നോമ്പിൽ നന്നായി ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നാളെ മനിൽ മുഫ്ലിസ് എന്ന് ചോദിച്ചിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പാപ്പറായ ആൾ എന്ന് സഹാബത്തിനോട് ചോദിക്കണം. അപ്പം എന്താ ആരപ്പം പാപ്പറല്ലേ? ദീനാറും ദിർഹമും ഇല്ലാത്ത ഒരാളാണല്ലോ. അതായത് നമുക്ക് ബാങ്കിലും ഇല്ല, അക്കൗണ്ടിലും ഇല്ല, എവിടെ പൈസയും സ്വർണ്ണും ഒരു സമ്പത്തും ഇല്ലാത്ത ഒരാളാണ് നമ്മൾ പാപ്പറായി എന്ന് പറയാം അല്ലേ? എന്നാൽ ആരാണ് സത്യത്തിൽ പാപ്പറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. നാളെ മഹ്ശറിൽ വരും അല്ലേ? നാളെ മഹ്ശറിൽ അവർ വരും. അവർക്ക് വലിയ കർമ്മങ്ങളുണ്ടാവും അല്ലേ? ആമിലത്തു നാസിമ എന്നൊക്കെ പറയല്ലേ? എന്താ വേർപ്പുണ്ടാവും, നെറ്റിത്തടത്തിൽ വേർപ്പായിട്ടാണ് ആൾക്കാർ ഓടി തളർന്നിട്ടാണ് നാളെ പരലോകത്ത്
പരലോകത്തേക്ക് വരിക. അത്രയും നയിച്ചിട്ടുണ്ടാവും. കർമ്മങ്ങളുടെ രേഖയിലൊക്കെ നിറയെ കർമ്മങ്ങളുണ്ടാവും. പക്ഷെ എന്താ നിങ്ങൾ വിചാരണ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? നിങ്ങൾ നമ്മളെ നന്മകളൊക്കെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറ്റം പറഞ്ഞത് അല്ലേ, നമ്മൾ തെറി പറഞ്ഞത്, നമ്മളൊരാളെ ഉപദ്രവിച്ചത്, നമ്മളൊരാളെ മാനസികമായി വിഷമിപ്പിച്ചത് അല്ലേ, ഒരാളെ പറ്റി വോയിസ് ഇട്ടേക്കുക. നമ്മളൊരു വോയിസ് ഇട്ടു, മൂപ്പർ അങ്ങനെയാണ്, മൂപ്പർ ഇങ്ങനെയാണ്. ആ വോയിസ് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോർവേഡ് ചെയ്ത് ആ വോയിസ് എല്ലായിടത്തും പോയി. സഹോദരങ്ങളെ, അതൊക്കെ വലിയ ബാധ്യതയായിട്ട് നമുക്ക് വരും. നമ്മളൊരാളെ പറ്റി അനാവശ്യമായിട്ട് ഉള്ളത് പറഞ്ഞാൽ തന്നെ, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കണല്ലോ, ഉള്ളത് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് അയാളുടെ അഭാവത്തിൽ പറയുന്നതിനാണ് പരദൂഷണം എന്ന് പറയാം അല്ലെ. ഏഷണി പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരദൂഷണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമല്ലാത്തത് അയാളെപ്പറ്റി അയാളില്ലാത്ത നേരത്തെ പറയാം. അതുള്ളത് തന്നെയാണ്, ഇല്ലാത്തതല്ല. അയാൾ പിശുക്കനാണ്, നമ്മൾ പറയാം അയാളൊരു പെരും പിശുക്കനാണ്, അതിങ്ങനെ പറയാം. അയാളില്ലാത്ത നേരത്ത് അത് പരദൂഷണമാണ്. എന്നാലോ അയാളെപ്പറ്റി ഇല്ലാത്തത് പറയലോ അത് ഏഷണിയാണ്, അത് കളവാണ്, അതിന് വേറെ കുറ്റം ഉണ്ടാവും. അപ്പോൾ കണ്ടതും കേട്ടതും പറയാന്നുള്ളത് തന്നെ എന്താണ്? ഒരാൾക്ക് കളവ് പറയാനുള്ള അത് മതി എന്നാണ്. അയാൾക്ക് കളവ് പറയാൻ അത് മതി, കണ്ടതും കേട്ടതും. ഓൻ പറഞ്ഞതാണ്. പക്ഷെ ഓൻ പറഞ്ഞ എന്തിനാണ് സഹോദരങ്ങളെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സഹോദരനെ പറ്റി നമ്മൾ മോശമായിട്ട് കേട്ടാൽ സലഫുകൾ പറയുന്നതാണ് എന്താണ്? നമ്മളെപ്പോഴും വിചാരിക്കേണ്ടതോ അങ്ങനെ ആവൂല അല്ലേ. ഇപ്പോൾ ഓനെ അവിടെ കള്ളു ഷാപ്പിൻ്റെ അവിടെ കണ്ടു, ഓനെ അന്നിങ്ങനെ കണ്ടപ്പോൾ ഓനൊരു സ്വബോധമല്ലാതെ കണ്ടു, ഓൻ്റെ ലഹരി ഉപയോഗിച്ച പോലെ ഉണ്ട്. ഓനെ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിനോട് പറയേണ്ടത് അതൊരാളോട് പറയാനേ പാടില്ല. ഒരു സഹോദരൻ്റെ ന്യൂനത മറച്ചു വെച്ചാൽ നമ്മളെ ന്യൂനത അള്ളാഹു പരലോകത്ത് മറച്ചു വെക്കുന്നതാണ്. അത് പറയാൻ പാടില്ല. അത് പറയേണ്ടത് ഓനോടാണ്. ഓൻ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടേറ്റ് നോക്കാം, അങ്ങനെ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നി, അത് സത്യമാണോ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ പറയും അങ്ങനെ ഉണ്ട്, എന്നാൽ മാറ്റണം കേട്ടോ, അത് വലിയ തെറ്റാണ് കേട്ടോ. അത് ഓനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതെന്താ? ഓനോട് മാത്രമേ പറയാത്തുള്ളൂ. അത് ഓനോട് മാത്രം പറയില്ല, ബാക്കി എല്ലാവരോടും പറയും. അങ്ങനെ ഒരാളെ പറ്റി നമ്മൾ കേട്ടാൽ, നമ്മൾ കണ്ടിട്ടില്ല, കേട്ടാൽ അല്ലെങ്കിൽ കണ്ടു സഹോദരൻ, നമ്മൾ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനല്ല അല്ലേ, അങ്ങനല്ല. ഓനെന്തോ പറ്റിയതാണ്, ഒരിക്കലും ഓൻ അങ്ങനെ സംഭവിക്കൂല അല്ലേ. ഓനെന്തോ കഷായം കുടിച്ചാണ് അല്ലേ. ചില കഷായം കുടിച്ചാൽ ചിലപ്പോൾ മണക്കുണ്ടാവും, ആ കഷായം കുടിച്ച മണാണെന്ന് നമ്മൾ വിചാരിക്കും. അതായത് അവൻ തെറ്റുകാരനല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ എത്ര കാരണങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിക്കണം എന്നാണ്. ഒരു കാരണവും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ വിചാരിച്ചേണ്ട എന്താ നിങ്ങൾ, ഞാൻ മനസ്സിലാക്കാത്ത എന്തോ ഒരു കാരണം ഉണ്ട്, എന്നാലും ഓൻ അങ്ങനെ ചെയ്യൂല എന്നാണ്. ഓൻ അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ. അത് ഓന് പഠിച്ചോനേക്കോളും. എന്തായാലും ഓനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മോശമായിട്ട്. കാരണം അത്രയും ഗൗരവങ്ങൾ ആലോചിച്ച് നമ്മളെ നിസ്കാരം നോമ്പും ഒക്കെ അവന് കൊടുക്കണം. നമ്മൾ കണ്ടതും കേട്ടതും പറഞ്ഞതിൻ്റെ പേരിൽ, പരദൂഷണത്തിൻ്റെ പേരിൽ നമ്മളെ അക്കൗണ്ടിലെ നന്മകൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ടോ നമ്മളെ അക്കൗണ്ടിലെ നന്മകൾ മുഴുവൻ തീരെയാണ്. പിന്നെ എന്താ ബാക്കിയുള്ളത്? ഇനി ഒന്നും ബാക്കിയില്ല, കൊടുക്കാൻ ഒന്നും ബാക്കിയില്ല. ഇനി നമ്മൾ പറഞ്ഞത് ബാക്കിയാണ്. നമ്മളൊരാളെ പറ്റി കണ്ടതും കേട്ടതും പറഞ്ഞത് ഇനി ബാക്കി കിടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാറുകൾ? അയാളെ തിന്മകൾ നമുക്ക് ഇങ്ങോട്ട് തരും. അയാളെ തിന്മകൾ നമ്മൾ അക്കൗണ്ടിൽ വരും. അവനാണ് പാപ്പറായവൻ. പരലോകത്ത് വലിയ നന്മകളുമായി വന്ന് ലാസ്റ്റ് വിചാരണ സമയത്ത് ഒന്നുമില്ലാതെയാകുന്ന അവസ്ഥ. അവനാണ് പാപ്പർ. അള്ളാൻ റസൂല് വാൺ ചെയ്ത കാര്യമാണ്. കാരണം നമ്മൾ സഹോദരങ്ങളെ തൗഹീദുള്ള ആളുകളാണ് അല്ലേ. തൗഹീദുള്ളതുള്ള ആളുകളുടെ കർമ്മങ്ങളെ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പിശാച് നമ്മളെ വഴി തെറ്റിക്കുക, ഇങ്ങനെ നമ്മളെ കർമ്മങ്ങൾ നാശാക്കണിലാണ്. നമ്മളെ നീയത്ത് കൊളാക്കും അല്ലേ. ഒരാൾ കാണാൻ വേണ്ടി ചെയ്തു അല്ലേ, ഒരാൾ കേൾക്കാൻ വേണ്ടി ചെയ്തു, കഴിഞ്ഞു സഹോദരങ്ങളെ, അതിന് അള്ളാൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ടാവില്ല. പിന്നെ ആളുകളെ കുറ്റം പറയാം. അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഈ നോമ്പോട് കൂടി നമ്മൾ നിർത്തണം അല്ലേ. നമ്മളെന്താ പറയാ, ആരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞണമെങ്കിൽ അത് എല്ലാവരോടും പറയും. പക്ഷെ പറയുമ്പോൾ എന്താ അറിയോ, ദയമാരി എന്താ പറയുക, ആരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഇനി പറഞ്ഞു കൊടുക്കണമെന്ന് പറയും, ആരോടും പറയരുതിട്ടോ പറയും. അങ്ങനെ എന്ത് ചെയ്യും? എല്ലാവരോടും പറയും. ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷർത്ത് ഉണ്ടാവും ആരോടും പറയരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തൊരു കാര്യങ്ങൾ പറയണമെങ്കിലും ഏതാളോടാണെങ്കിലും ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാണ്. അത് പറയാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ടാണല്ലോ നിങ്ങൾ ആരോടും പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞാൽ അത് അതിൻ്റെ അപ്പുറത്തേക്ക് പോവും, അതിൻ്റെ കുറ്റങ്ങൾക്ക് കിട്ടും. അതാണ് മറച്ചു വെച്ചാണല്ലോ അതിൻ്റെ ഒരു കൂലിങ്ങൾക്ക് കിട്ടും. ഒരു സഹോദരൻ്റെ ന്യൂനത നിങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങളെ ന്യൂനത അള്ളാഹു പരലോകത്ത് മറച്ചേക്കും. എന്തിനാണ് സഹോദരങ്ങളെ? സ്വന്തം സഹോദരൻ്റെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളുടെ മാംസം, ഒരാളുടെ ശവം ആരെങ്കിലും തിന്നോ? മനുഷ്യൻ്റെ ജീവനുള്ള ഇറച്ചിനെ തിന്നോ? മനുഷ്യൻ്റെ ഇറച്ചി തിന്നണോ? നമ്മൾ എന്താ പോനെ പറ്റി നിങ്ങൾ വിചാരിക്കണേ അല്ലേ? പച്ചിറച്ചി തിന്ന് നമ്മൾ പറയില്ലേ. അള്ളാന്റെ റസൂൽ പറഞ്ഞാണ്, ശവം തിന്നുന്ന അവൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ സഹോദരൻ മരിച്ചു കിടക്കണേ. എത്ര ദേഷ്യമുള്ളവനാണെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ ഓൻ്റെ ഇറച്ചി വന്ന് തിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര വെറുപ്പുള്ള സംഗതിയാണത്. നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ തൻ്റെ സഹോദരൻ്റെ മയ്യത്തിൻ്റെ ഇറച്ചി തിന്നാൻ? അത്രയും വൃത്തിയായിട്ട് ഏർപ്പാടാണ്. അതുകൊണ്ട് ഈ നോമ്പിന് നമ്മൾ എന്തെങ്കിലും അതെങ്കിലും ഈ നോമ്പ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശരിയല്ല കേട്ടോ, ഞാൻ ഇല്ലട്ടോ ഇക്കെന്ന് പറഞ്ഞ് നമുക്ക് പോരാൻ പറ്റണം. രണ്ടിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നറിയോ. പിന്നെ മൂന്നാമത് നിങ്ങൾ കേക്ക പെണ്ണുങ്ങളോ ആണുങ്ങൾ പറയില്ല, അജ്ജ് കേൾക്കേണ്ട, അജ്ജ് ഇങ്ങോട്ട് വരണ്ടാറ് അങ്ങനെ പറയാം.
കേൾക്കാൻ പറ്റാത്ത ആളല്ലേ, അതുകൊണ്ട് ഇച്ചാൽ പോയിക്കോ പറയും. അത് നമുക്കൊരു സുരക്ഷിതത്വമാണ്. നിങ്ങൾ രണ്ടിട്ടും പറഞ്ഞാൽ മതി. കണ്ടും കേട്ടും പറയുന്ന സദസ്സിന് നമ്മൾ എന്താ പറയുക, ഞാൻ ഇല്ലട്ടോ എന്ന് രണ്ടിട്ടങ്ങൾ പറഞ്ഞാൽ മൂന്നാമത് നിങ്ങളെ ഇത് പുറത്താക്കും. അഞ്ചിന് വരണം, അത് എനിക്ക് കേൾക്കാൻ പറ്റിയല്ല അറിയും. സഹോദരങ്ങളെ, നമ്മൾ ശീലിക്കണം. കാരണം നമ്മളെ കർമ്മങ്ങൾ നഷ്ടപ്പെടുക അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ശീലമാക്കണം. ആരെയും ഇവിടെ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് കണ്ടതും കേട്ടതും പറയണ പരിപാടി നിർത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഏശനി പരദോഷം ആൾക്കാരെ പറ്റി ഇല്ലതാ ഇല്ലാത്തതാണെങ്കിലും അത് മറയണ്ട അല്ലേ. അങ്ങനെ പറയേണ്ട ന്യൂനത എപ്പോഴും ഒരാളുടെ നന്മ പറഞ്ഞു പഠിച്ച പോസിറ്റീവായ കാര്യം പറഞ്ഞാൽ. ഒരാളെ നെഗറ്റീവ് നമ്മളെ മകൾക്ക് കല്യാണം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അത് മകളോട് പറയാം, മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. പെണ്ണുങ്ങളോട് പറയാം, പെണ്ണുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതല്ലാതെ ഞാൻ ആൾക്കാരോടാണെങ്കിലും കല്യാണം ആലോചിച്ചിട്ടാണെങ്കിലും നിങ്ങളെ ചെക്കൻ വെള്ളടിക്കണം വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് പറയണ്ടാന്ന്, അതും പറയണ്ട. എൻ്റെ മോക്ക് ചേരൂല എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ മോക്ക് ചേരൂല എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങളെ മോൻ വെള്ളടിക്കുന്നുണ്ട്, നിങ്ങളെ മോനെ പറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെ കിട്ടിക്കണ്, ഓ അവിടെ പോയി അങ്ങനെ ചെയ്തിക്കണ്, ഇതൊക്കെ കിട്ടിക്കണ്, ഓൻ അങ്ങനെ ഉണ്ട്, ഓൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു പറഞ്ഞ് ആ മനുഷ്യനെ വിഷമിപ്പിക്കണ്ട. ഓ എൻ്റെ മോക്ക് ചേരൂല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മളിങ്ങനെ വാക്കിനെ പെരുപ്പിച്ചണ്ട. ഓരോ വാക്ക് പെരുപ്പിക്കും തോറും ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നാളെ പടച്ചോൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ അനുവദിച്ച മേഖലകളിലാണെങ്കിൽ പോലും സഹോദരങ്ങൾ അവിടെയൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ്. അതാണ് ഈ തെക്കുവ എന്ന് പറഞ്ഞാൽ. തെക്കുവ എന്ന് പറഞ്ഞാൽ വെറും ചോറിച്ചടക്കലല്ല, അന്നപാനീയങ്ങൾ വെടിയലല്ല അല്ലേ, ഇങ്ങനെ കുറച്ച് കഫം ഇങ്ങനെ തുപ്പലല്ല നോമ്പ് പറഞ്ഞാല് അല്ലേ. ഇറങ്ങിപ്പോകോ അങ്ങനെ മാത്രം ഇറങ്ങിപ്പോകണ പേടി മാത്രമല്ല. എൻ്റെ വായിന്ന് വരുന്ന വാക്ക് അതൊരു പ്രശ്നം വരുമോ, അതൊരു പ്രശ്നം വരുമോ, പടച്ചോൻ ഇഷ്ടപ്പെടൂലേ, അത് എൻ്റെ വിചാരണക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമോ, ഞാൻ നന്ദിയുള്ളൊരടി എൻ്റെ വാക്കുകൊണ്ട് പടച്ചോന് നന്ദികേടായി തീരുമോ, അതൊക്കെയാണ് ആലോചിക്കേണ്ടത്. എൻ്റെ ഓരോ വാക്കും എൻ്റെ ഓരോ പ്രവൃത്തിയും അതൊരു നന്ദികേടാവോ, അതൊരു ഇത്രയും പടച്ചോനിക്ക് നൽകിയിട്ട് ഞാൻ അങ്ങനെ ചെയ്താൽ അതൊരു നന്ദികേടാവോ അല്ലേ. അതിനാണ് ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾ ലഇൻ ശകർത്തും ലഅസീദന്നകും അല്ലേ, നിങ്ങൾ നന്ദി കാണിച്ചാൽ പടച്ചോൻ ഇനിയും കൂട്ടിത്തരും. ഞാൻ നേരത്തെ പറഞ്ഞ ജീവിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു പോകണം അല്ലെ. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഈ ഒരു വീടുണ്ടാക്കലോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചലോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എല്ലാ സ്ഥലത്തും ഒരു കുറച്ച് ഓഫീസ് തുറക്കാൻ, അല്ലെങ്കിൽ കുറച്ച് ഷോപ്പ്, അല്ലെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് മാള്, ഇതൊക്കെ ഉണ്ടാക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ജീവിതത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളല്ല. ഇവിടെ ഇപ്പോൾ ആൾക്കാർ സന്തോഷം കാണുന്നത് എന്താ വെച്ചാൽ കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്നാൽ പൈസ ഉണ്ടാക്കിയ ആൾക്കാരോട് ചോദിച്ചാൽ ഓലെ സന്തോഷം എന്താ അറിയോ, പിന്നെ കുറച്ച് അധികാരം, ഒന്ന് മത്സരിക്കണം. പൈസക്ക് ഇപ്പോൾ ആവശ്യത്തിനുണ്ട്, ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നിയമസഭയിൽ നിൽക്കണം, കുറച്ച് സ്വാധീനം വേണം, അധികാരം വേണം, അല്ലെങ്കിൽ കുറച്ച് റീൽസൊക്കെ എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ എന്നെ പറ്റി അറിയണം അല്ലേ. അങ്ങനെ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പെർട്ടായ ഒരാളാണെങ്കിൽ അയാളുടെ ആ എക്സ്പെർട്ടൈസ് അല്ലേ, നന്നായി ഓപ്പറേഷൻ ചെയ്യുന്ന ആളാണ്, അയാൾ വലിയൊരു ഡോക്ടറാണ്, അയാൾ വലിയൊരു ശാസ്ത്രജ്ഞനാണ്, നമ്മളെ മേഖലയിൽ നമ്മളെ കഴിവ് തെളിയിക്കണം, ഒരു ആദരവ് കിട്ടണം അല്ലേ, ഭാരത പുരസ്കാരം അങ്ങനത്തെ അങ്ങോട്ട് എൻ്റെ പേരിൽ ഒരു ഭാരതരത്നം തൂക്കണം. അതൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളേക്കാരം. ഇതൊക്കെയാണ് ആളുകൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും സന്തോഷങ്ങളായിട്ട് കാണുന്നത്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് അല്ലേ. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണോ ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ആരാണോ സാക്ഷാത്കരിക്കുന്നത് അതിന് ബുദ്ധിന്റെ ആവശ്യമില്ല, വലിയ ബുദ്ധി വേണ്ട, അതിന് പൈസ വേണ്ട, അതിന് സമ്പത്ത് വേണ്ട, അതിന് മിനിമം റിക്വയർമെന്റ് ഉള്ളൂ അല്ലേ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഈ ആരോഗ്യം, ഈ കഴിവൊക്കെ അനുസരിച്ച് എല്ലാവർക്കും സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യമേ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൂ. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക, ലഭിച്ച അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി കാണിക്കുക. മതത്തെ കളവാക്കിയവനെ നീ കണ്ടോ എന്നുള്ള ഖുർആന്റെ സൂറത്തുണ്ട് അല്ലേ. മതത്തെ കളവാക്കിയവനെ നീ കണ്ടോ എന്ന് ചോദിച്ചാൽ അതാരാണ്? അലാ യഹുല്ലു അലാ തുഹാമിൽ മിസ്കീൻ, മിസ്കീന്റെ ഭക്ഷണത്തിന് പ്രേരിപ്പിച്ചില്ല എന്നാ പറഞ്ഞത്. ഭക്ഷണം കൊടുത്തില്ല എന്നല്ല പറഞ്ഞത്. കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ പെരയിൽ വേണം, നമുക്ക് കൊടുക്കാനുള്ളൊരു എന്ത് വേണം, കഴിവ് വേണം. അതില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലേ. പക്ഷെ ചോദിച്ചത് എന്താണ്, പടച്ചോൻ പറഞ്ഞത് എന്താണ്, ഒരു പ്രേരണ പോലും നൽകിയില്ല എന്നാണ്. ഒരു പ്രേരണ പോലും നൽകിയില്ല അല്ലേ. നമ്മളെടുത്തില്ലെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ അല്ലേ. കാതറാക്ക നിങ്ങൾ ഒന്ന് നമ്മളെ ആരോഗ്യത്തൊരു പെണ്ണുണ്ട് അല്ലേ, അതിൻ്റെ ഭർത്താവ് ഇപ്പം മരിച്ചു, വളരെ മോശമാണ് അവിടുത്തെ സ്ഥിതി. ആ കുട്ടികളൊക്കെ പല സ്ഥലത്തും കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കാനൊക്കെ വിട്ടേക്കാണ്. എന്നാലും ആ പെരയിൽ വളരെ മോശമാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് കാശുള്ളവൻ്റെ അടുത്ത് പോയി പറയാൻ വല്ല ചിലവുണ്ടോ? പറയാൻ ചിലവുണ്ടോ? അതുപോലും ചെയ്യാത്തവൻ, അതാണ് ഒരു നന്മക്ക് പ്രേരണ പോലും നൽകാത്തവൻ. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കിൻ അല്ലേ. ഭക്ഷണം കൊടുക്കാത്തവൻ എന്നല്ല മതത്തിന് നിഷേധിച്ചവൻ, ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാത്തവൻ. അവനെ പറ്റി എന്താ പറഞ്ഞത്? അവൻ മതത്തെ കളവാക്കിയവനാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ സിമ്പിളാണ്, ഇത് വളരെ ലളിതമാണ്. ഏത് മനുഷ്യനും ചെയ്യാൻ പറ്റിയ ലക്ഷ്യങ്ങളാണ്, കാര്യങ്ങളാണ് പടച്ചോൻ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് വെച്ചിട്ടുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പം അതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സന്തോഷം നൽകും. ആ ലക്ഷ്യത്തെ അള്ളാഹുവിനും റസൂലിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുമ്പം നമുക്കുണ്ടാകുന്നതിനാണ് എന്ത്, അതാണ് ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിലെ സന്തോഷം. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ദുരന്തം എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലെ ലക്ഷ്യമായിട്ട് മാറുന്നതാണ്. അപ്പോൾ അത് വരാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്, അതെങ്ങനെയാണ്? അത് ലഭിച്ച അനുഗ്രഹങ്ങൾക്കനുസരിച്ച് മതി.
അല്ലേ? അള്ള തന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി കാണിച്ചാൽ മതി. അങ്ങനെ നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇൻ ശകർത്തും ലഅസീദന്നക്കും എന്നാണ്. നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അത് ദുനിയാവിലും വർദ്ധിപ്പിക്കും, അള്ളാഹു ആഖിറത്തിലും വർദ്ധിപ്പിച്ചു തരും. അത് ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിന് ആ ട്രെയിനിങ്ങിന് പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ 30 ദിവസത്തെ നോമ്പ് എന്നുള്ളത്. കാരണം ഇവിടെ നല്ല അനുകൂലമായ സാഹചര്യങ്ങളാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് നരകത്തിൻ്റെ വാതിലുകൾ അടച്ച് നമുക്ക് അതിനുള്ളൊരു മനസ്സും ഒക്കെ തന്ന് ആ ഒരു സാഹചര്യം പൊതുവെ നാട്ടിലും വീട്ടിലൊക്കെ അതിന് പറ്റിയൊരു അന്തരീക്ഷമൊക്കെ അള്ളാഹു സംവിധാനിച്ചത് ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. ഈ ഒരു 30 ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് നല്ല ഒരു അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും ആ റബ്ബിലേക്കുള്ള ഒരു മടക്ക യാത്രയുടെ ഒരു ട്രയലാണ് ഈ 30 ദിവസം എന്നുള്ളത്. അങ്ങനെ തന്നെ അതിനെ കാണാൻ നിസ്കാരം സമയത്ത് കൃത്യമായിട്ട് ഇഖ്ലാസോടുകൂടി ആ പറയുന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് കുറച്ചൊരു ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ, ദുആകൾ, ദിക്റുകൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെല്ലാത്ത ദിക്റുകൾ ഉണ്ടെങ്കിൽ, സ്ഥിരമായി ചെല്ലാത്തതുണ്ടെങ്കിൽ ഒരു പുതിയ ശീലം, രാവിലെയും വൈകുന്നേരവും ദിക്റ് ചെല്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ റമളാനിൽ ഒരു ശീലമാക്കി മാറ്റിയിട്ട് റമളാനിന് ശേഷവും അത് നിലനിർത്തുക. അതേപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ, ളുഹാ കൃത്യമായി നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഒരു 2 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ ളുഹാ നമസ്കാരം ഈ റമളാനിൽ ഒരു ശീലമാക്കി മാറ്റി അത് റമളാനിന് ശേഷം നമ്മൾ തുടർത്തി കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഖുർആൻ പാരായണം. ഖുർആൻ്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹിഫ്ള് നമ്മൾ പഠിച്ചു മറന്ന ചെറിയ സൂറത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറാജഅ നടത്തി അത് വീണ്ടും ഒന്ന് ആ ഹിഫ്ള് നിലനിർത്താൻ ശ്രമിക്കുക. അതേപോലെ പുതിയ ഏതെങ്കിലും ഒരു സൂറത്ത് ഈ റമളാന് നമുക്ക് കഴിഞ്ഞു പോകുമ്പോൾ പടച്ചോനെ ഒരു പുതിയ സൂറത്ത് ഞാൻ ഈ റമളാനിൽ പഠിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം മനസ്സിലാക്കിയ ഒരു സൂറത്തും അതേപോലെ തന്നെ ഹിഫ്ളാക്കാൻ ഒരു സൂറത്തും, അത് രണ്ടും ഒന്നാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ റമളാനിൽ മുന്നോട്ടും. അതേപോലെ തന്നെ ഈ അനാവശ്യമായ കാര്യങ്ങൾ അതായത് വർത്തമാനം പറയാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകളുടെ അമിതമായ ഉപയോഗം, അതൊക്കെ എന്ത് ചെയ്യുക, ഈ റമളാനിൽ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് പിന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക, സ്വതക്കകൾ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അങ്ങനെ നല്ല ഒരു അവസ്ഥയിലൂടെ ഈ റമളാനിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും എന്തുണ്ടാവും, അള്ളാഹുവിൻ്റെ ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ്, ഇതൊരു പരീക്ഷണമാണ് ഈ ജീവിതം എന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം നന്മ നൽകിയും തിന്മ നൽകിയും നിങ്ങളെ നാം പരീക്ഷിക്കും. അതിനു വേണ്ടിയാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി പ്രതികരിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ ജീവിതം. അതിനു വേണ്ടിയാണ് ജീവിതത്തെയും മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സംവിധാനിച്ചത് എന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യം മറക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായും എന്തുണ്ടാവും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൽ നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ നടത്താൻ വേണ്ടിയിട്ട്, തക്ബീർ എന്ന് വെറും ഒരു അള്ളാഹു അക്ബർ എന്ന് ഒരു നാവ് കൊണ്ട് ഉച്ചരിക്കൽ മാത്രമല്ല, അള്ളാഹുവാണ് വലിയവനെന്ന് ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും നമ്മൾ റിയലൈസ് ചെയ്യണം. അല്ലേ? അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിലൂടെ, കാണുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ, അനുഭവിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഗാംഭീര്യമാണ്, അള്ളാഹുവിൻ്റെ മാഹാത്മ്യമാണ് ഓരോന്നും നമ്മളെ വിളിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. ആ ഒരു മാനസിക നിലവാരം അള്ളാഹു നമുക്ക് നൽകിയത് അതിനുവേണ്ടി, അതാണ് വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു നിലപാട് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അല്ലേ? ഈ കണ്ണുകൊണ്ട് പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകുന്ന 2 കണ്ണുകൾ അള്ളാഹു നാളെ പരലോകത്ത് തരും. അല്ലേ? അന്ന് ഈ ദുനിയാവിലെ പോലെ പരിധി ഉണ്ടാവില്ല കാഴ്ചക്ക്, പരിമിതിയില്ലാത്ത കാഴ്ചകളായിരിക്കും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ചെവികളും കേൾവികളും അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കാണുന്ന ഒരു സന്ദർഭം വരുമെന്നാണ്. അതിനു വേണ്ടിയാണ് ആ റബ്ബിനെ കണ്ടുമുട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ അയാളെ കൂടുതൽ അറിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമായിരിക്കും. അല്ലേ? ആളുകളൊക്കെ ഈ അവരുടെ റോൾ മോഡലായ ആളുകളുടെ ലൈഫ്, ഇപ്പം ഗാന്ധിജിൻ്റെ ജീവിത പുസ്തകം വായിക്കുന്ന ആൾക്കാരുണ്ടാവും, ഓട്ടോബയോഗ്രഫി, അല്ലേ? ഗാന്ധിജി, അങ്ങനെ വലിയ ലോകത്ത് പ്രശസ്തരായ ആളുകളുടെയൊക്കെ അവരുടെ ജീവിത ചരിത്രം വായിക്കുന്ന ആളുകളുടെ എന്തിനാണത്? അത് വായിക്കുമ്പം ഒരു മോട്ടിവേഷനാണ്. അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷനും സന്തോഷമൊക്കെ ഉണ്ട്. സഹോദരങ്ങളെ, അതിനേക്കാളൊക്കെ ഏറെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാന്നുള്ളത്, അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് അറിയാന്നുള്ളത്. അതുകൊണ്ട് ഈ റമളാനിൽ നബിയെക്കുറിച്ച് കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം നബിയുടെ ജീവിതം മാറ്റി നിർത്തിയിട്ട് ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധ്യമല്ല, ഖുർആനിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം നബി ഈ തൗറാത്ത് ഇറങ്ങിയ പോലെ ആകാശത്ത് നിന്ന് ഒരൊറ്റ ഏടായിട്ടല്ല ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഖുർആൻ വ്യത്യസ്ത സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബിൻ്റെ ജീവിതം മനസ്സിലാക്കിയ ഒരാൾക്ക് ആ ഖുർആൻ കൂടുതൽ ശക്തമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നബിയുടെ ചരിത്രം നമ്മൾ ഈ നോമ്പോട് കൂടി എന്ത് ചെയ്യണം, നമ്മളത് പഠിക്കാനുള്ളൊരു ആരംഭം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പൂർണ്ണമായി വായിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് തുടക്കം നമ്മൾ ഈ നോമ്പിലെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല നന്മകളും
പുൽകാനും സകല നന്മകളിലും മുന്നേറാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നന്മയുടെ ആളുകളെയും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അടുപ്പിക്കുമാറാകട്ടെ. തിന്മകളിൽ നിന്നും തിന്മകളുടെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.